أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلما دخلوا على يوسف آوى إليه أبويه وقال ادخلوا مصر إن شاء الله آمنين. صدق الله العلي العظيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. إن نريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ സൂറത്ത് യൂസുഫ് 99-ാമത്തെ ആയത്താണ് പഠിക്കാൻ പോകുന്നത്. ഈ 99-ാമത്തെ ആയത്തിൽ നമ്മൾ കുറച്ചധികം ഈ കഥയുടെ അല്ലെങ്കിൽ ഇതുവരെ ഈ കഥയിൽ വല്ലാതെ റിവീൽ ചെയ്യാത്ത ഒരു ആസ്പെക്ട് അള്ളാഹു ഈ 99-ാമത്തെ ആയത്തിൽ റിവീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ വളരെ പിന്നെ അവ്യക്തമായൊരു സൂചന ഈ സൂറത്തിന്റെ തുടക്കത്തിൽ നൽകിയിരുന്നു. പക്ഷെ ഇവിടെയാണ് കുറച്ചുകൂടി വ്യക്തമായിട്ട് ആ സൂചന പറയുന്നത്. അതെന്താന്ന് വെച്ചാൽ യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ മാതാവിനെ കുറിച്ച് ഇവിടെ സൂചനയുണ്ട്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ്, ആരാണ് ആ മാതാവ്? അല്ലെങ്കിൽ ആ മാതാവ് ശരിക്കുള്ള മാതാവ് തന്നെയാണോ? ബയോളജിക്കൽ മദർ തന്നെയാണോ? അല്ലാതെ സ്റ്റെപ്പ് മദർ ആണോ? എന്താണ് അതിനെക്കുറിച്ച് ഇത്രയും കാലം ഖുർആൻ ഒന്നും പറയാതിരുന്നത്? സൂറത്ത് യൂസുഫ് ഇത്രയും നമ്മൾ ഓതിയിട്ടും അവരെക്കുറിച്ച് ഒന്നും പറയാതിരുന്നത് എന്തുകൊണ്ടാ? അതൊരു പിന്നെ അതിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? അതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഒരു യുക്തി എന്താണ്? രഹസ്യമല്ല, അതിന്റെ ഒരു യുക്തി എന്താണ്? അള്ളാഹു അതിനെക്കുറിച്ച് പരാമർശിക്കാതിരുന്നതിന്റെ യുക്തി എന്താണ്? ഇപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന്റെ ആദ്യം ഈ ആയത്തിന്റെ അർത്ഥം ഞാനൊന്ന് പറയാം. ഫലമ്മ ദഖലു അലാ യൂസുഫ്. ഫലമ്മ, ലമ്മ നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ? ലമ്മ എന്തിന്റെ അടയാളമാണ്? തറാഹി. തറാഹി എന്ന് പറഞ്ഞാൽ വെൻ ഫൈനലി അല്ലെ? അപ്പം അതിനു മുമ്പ് ഒരുപാട് സംഭവം നടന്നിട്ടുണ്ട്. ഇപ്പൊ എവിടെന്നാ പോരുന്ന? കൻആനിന്ന് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയും പിന്നെ അദ്ദേഹത്തിന്റെ സംഘവും വലിയ ആയിരക്കണക്കിന് പട്ടാളക്കാരുടെ അകമ്പടിയോട് കൂടിയാണ്, പ്രൊസഷൻ എന്നാണ് പറയുന്നത് അല്ലെ? അങ്ങനത്തെ ഒരു പ്രൊസഷനോട് കൂടി മുഴുവൻ ഫാമിലിയും എവിടെ എത്തിച്ചേർന്നു അല്ലെ? വഅതൂനി ബി അഹ്ലിക്കും അജ്മഈൻ എന്നാ പറഞ്ഞത്. നിങ്ങൾ മുഴുവൻ ഫാമിലിയെയും കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ടാണ് യൂസുഫ് അലൈഹി സ്വലാം അവരെ പറഞ്ഞയച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരൊക്കെ കൂടെ എത്തിച്ചേർന്നു. അതാണ് ഫലമ്മ ദഖലു അലാ യൂസുഫ്. അങ്ങനെ അവരെല്ലാവരും യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ അടുക്കൽ പ്രവേശിച്ചപ്പോൾ, ദഖലു ഫൈനലി വെൻ ദേ അറൈവ്ഡ്, ആവാ ഇലൈഹി അബവൈഹി. ആവാ ഇലൈഹി ഈ പദം നേരത്തെ വന്നിട്ടുണ്ട് അല്ലെ? എവിടെ വന്നേക്കണ? ആവാ എന്നുള്ള പദം ഇതിനു മുമ്പ് വന്നേക്കണ എവിടെയാ? ബിന്യാമിനെ കൊണ്ടുവന്ന സമയത്ത്. വെരി ഗുഡ്. ആവാ ഇലൈഹി അഹാഹു അല്ലെ? അദ്ദേഹത്തിന്റെ സഹോദരനെ അദ്ദേഹം ചേർത്ത് പിടിച്ചു, അഭയം നൽകി, അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു എന്നൊക്കെ അർത്ഥത്തിലാണ് ആവ. അതിൽ നിന്നാണ് ഈവാ. ഈവ എന്ന് പറയും. ഇത് ചെറിയ ഈ സത്രത്തിനൊക്കെ ഇൻ അല്ലെ? INN ഇൻ ഇല്ലേ? ഈ മോട്ടൽ അല്ലെ? ചെറിയ സത്രം. കാരണം നമ്മളൊരു സുരക്ഷിതത്വം തേടി പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം. അപ്പോൾ ആവ ഇലൈഹി അബവൈഹി, തന്റെ രണ്ട് അതായത് മാതാപിതാക്കളെ, അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ അദ്ദേഹം എന്ത് ചെയ്തു? തന്നിലേക്ക് അണച്ചു പിടിച്ചു. ആവാ ഇലൈഹി എന്ന് പറഞ്ഞാല് അണച്ചു പിടിച്ചു. എടാ വഖാല, എന്നിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു, ഉദ്ഖുലൂ മിസ്ര, നിങ്ങൾ ഈജിപ്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. ഇൻഷാ അള്ളാഹ്, അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ച്, അള്ളാഹുവിന്റെ ഉദ്ദേശം അനുസരിച്ച്, അള്ളാഹുവിന്റെ തൗഫീഖ് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഈജിപ്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. ആമിനീൻ. ആമിനീൻ എന്ന് പറഞ്ഞാൽ നിർഭയരായിക്കൊണ്ട്, സമാധാനമുള്ള, ഒരു തരത്തിലും പേടിക്കാതെ, ശാന്തി പുൽകിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മിസ്റിൽ എവിടെയും ആയിരിക്കാം. മിസ്റിൽ എവിടെയും നിങ്ങൾക്ക് യാത്ര ചെയ്യാം. എവിടെയും നിങ്ങൾക്ക് ആയിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു എന്നാര് പറയണം? യൂസുഫ് അലൈഹി സ്വലാം പറയണം. ഓക്കെ, അപ്പൊ ഇവിടെ ശരിക്കും അതാണ് ഈ ആവയുടെ അർത്ഥം. അതൊന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ആവ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ അർത്ഥം ടു സ്റ്റിക്ക് ടു സംതിങ് ഫോർ പ്രൊട്ടക്ഷൻ. ഒരു സംഗതിയിലേക്ക്, ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി ഒരു ആളിലേക്കോ ഒരു സംഗതിയിലേക്കോ നമ്മൾ ശരിക്കും ഒട്ടിച്ചേരുന്നതിനാണ് ആവ എന്ന് പറയാ. കംഫർട്ട്, റെഫ്യൂജ്. ഒരു ചെറിയ കുട്ടി, ചെറിയ ബേബി അതിന്റെ മദറിനോട്
സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് എപ്പോഴും എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ചേർന്നിരിക്കും അല്ലെ, മാതാവിനോട് പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ, ബേബി ഇങ്ങനെ ചേർന്നിരിക്കും. അതിനാണ് ശരിക്കും ആവ. അപ്പൊ ആ കുട്ടിയെ അണച്ചു പിടിക്കുന്ന മാതാവിനെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, ഒരു വെർബാണ് ആവ ഇലൈഹി. അപ്പൊ ഇവിടെ യൂസുഫ് അലൈഹി ഇസ്ലാം തന്റെ മാതാപിതാക്കളെ രണ്ടുപേരെയും, പിതാവിനെ മാത്രമല്ല, ഇതുവരെ മുഴുവൻ അബിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. ഇവിടെ അബവൈഹി എന്ന് പറഞ്ഞു. മാതാവും പിതാവും ഉൾപ്പെട്ട രണ്ടുപേരെയും കൂടെ സൂചിപ്പിക്കുന്നതിനാണ് പാരന്റ്സ് എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്ന അർത്ഥത്തിലാണ് പിന്നെ എന്ത് ചെയ്തത്, യൂസുഫ് അലൈഹി ഇസ്ലാം ചേർത്ത് പിടിച്ചായിട്ട് പറഞ്ഞത്. സോ ദ ഒബ്വിയസ് ക്വസ്റ്റ്യൻ ഈസ്, വേർ വാസ് ദ മദർ ഓൾ ദിസ് ടൈം അല്ലെ. ഈ മദർ എവിടെയായിരുന്നു? ഇതുവരെ മദറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒരു ചെറിയ സൂചന പറഞ്ഞിട്ടുണ്ട്. എവിടെയാ? ഞാൻ പറഞ്ഞല്ലോ, സ്വപ്നം കണ്ടതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ അല്ലെ. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഞാൻ സ്വപ്നത്തിൽ കണ്ടു. സൂര്യൻ, 11 നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ബ്രദേഴ്സ് ആണ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ പിതാവാണ്. ഖമർ എന്ന് പറഞ്ഞാൽ ആരാണ്? മാതാവാണ് എന്ന അർത്ഥത്തിലാണ് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പോയത്. അപ്പൊ അവിടെ ഒരു വളരെ എന്താ പറയാ, ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു മീനിങ് മാതാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റോറിയിൽ എവിടെയും എന്ത് ചെയ്തിട്ടില്ല, മാതാവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? ദാറ്റ്സ് ആൻ ഒബ്വിയസ് ക്വസ്റ്റ്യൻ. സ്വാഭാവികമായിട്ടും ഒരു കുട്ടി നഷ്ടപ്പെട്ടാല്, ഒരു കുട്ടി അപ്രത്യക്ഷമായാല് പിതാവിനാണോ മാതാവിനാണോ കൂടുതൽ സങ്കടം ഉണ്ടാവുക? അല്ലെ, മാതാവിനാണ്. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ അല്ലെ, ക്വൈറ്റ് നാച്ചുറൽ. അപ്പൊ അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ട് മാതാവിനെ കുറിച്ച് പറഞ്ഞില്ല? അതിന് നമ്മുടെ മുഫസ്സിറുകളുടെ, നമ്മൾ തഫ്സീറുകൾ പരിശോധിക്കുമ്പോൾ പല വ്യാഖ്യാനം കാണാൻ പറ്റും. ആ വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, അതായത് അതിൽ ഒരു വ്യാഖ്യാനം ഞാൻ ഇപ്പൊ തന്നെ പറയാം, പക്ഷെ അത് പിന്നീട് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതായത് യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ ബയോളജിക്കൽ മദർ, ശരിക്കുള്ള മദർ, അവർ മരണപ്പെട്ടു പോയിരുന്നു. ബിന്യാമിനെ പ്രസവിക്കുമ്പോൾ, വെൻ ഗിവിംഗ് ബർത്ത് ടു ബെഞ്ചമിൻ, അദ്ദേഹത്തെ പ്രസവിക്കുമ്പോൾ അവർ മരണപ്പെട്ടു പോയിരുന്നു എന്നതാണ് ബൈബിളിന്റെ ഒരു വ്യാഖ്യാനം. ആ ബൈബിളിന്റെ വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ വരാം. മുഫസ്സിറുകളിൽ ചിലർ ആ ഒരു വ്യാഖ്യാനത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. സോ ഐ വിൽ കം ടു ദാറ്റ്. പക്ഷെ അതിനു മുമ്പ്, എന്തുകൊണ്ട് ഖുർആൻ ഇങ്ങനെ കഥ പറയുന്നു? വൈ ഈസ് ഖുർആൻ, വാട്ട് ഈസ് ഖുർആൻസ് അജണ്ട ഓഫ് ടെല്ലിങ് എ സ്റ്റോറി? ഇത് നമ്മൾ പ്രൈമറിലി മനസ്സിലാക്കണം. ഖുർആൻ ഒരു കഥ പറയുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ഖുർആൻ ഒരിക്കലും ഒരു കഥ പറയുന്നത്, ഖുർആൻസ് അജണ്ട ഈസ് നോട്ട് ടു ടെൽ ദ സ്റ്റോറി. ഒരു കഥ പറയാനുള്ള അങ്ങനെ ഒന്ന് പറഞ്ഞു പോകുക എന്നതല്ല ഖുർആന്റെ ലക്ഷ്യം. അങ്ങനെയാണ് ലക്ഷ്യം എങ്കിൽ, കഥ പറയലാണ് ലക്ഷ്യമെങ്കിൽ, യൂസുഫ് അലൈഹി സ്വലാമയുടെ ജനനത്തെ കുറിച്ച് പറയണം, മാതാവിനെ കുറിച്ച് പറയണം, ബിന്യാമിനെ പ്രസവിച്ചപ്പോൾ അവർ മരിച്ചുപോയതിനെ കുറിച്ച് പറയണം, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയുടെ ഭാര്യ ആയിരുന്ന ഒരു സ്ത്രീയെ കുറിച്ച് പറയണം. എന്തോ ചോദിക്കാൻ വന്നോ ആരോ? ഓക്കെ. മറ്റ് ഭാര്യമാരെ കുറിച്ച് പറയണം. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയ്ക്ക് മറ്റു ഭാര്യമാരുണ്ടായിട്ടുണ്ടാവും. പ്രത്യേകിച്ച് അന്നത്തെ ഒരു കാലഘട്ടം, ഒരു ഗോത്ര സംസ്കാരവും വളരെ പൗരാണികമായ ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം അതിനെക്കുറിച്ച്. ഇതൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. ഖുർആൻ ആകെ പറഞ്ഞത് ഈ കുറച്ച് ഏതാനും പേജുകളിലായിട്ട് ഒരു വലിയ ചരിത്രം പറഞ്ഞത് വളരെ കുറച്ച് മാത്രമാണ്. ഇവിടെ നമ്മൾ നോക്കൂ, ഇവിടെ യൂസുഫ് അലൈഹി സ്വലാമയുടെ ഉമ്മാനെ കുറിച്ച് പറഞ്ഞില്ല. പക്ഷെ അപ്പുറത്ത് മൂസാ നബി അലൈഹി സ്വലാമയുടെ, നമ്മൾ ഈ സൂറത്ത് തുടങ്ങുന്നതിന് മുമ്പ് ആമുഖത്തിൽ പറഞ്ഞിരുന്നു മൂസാ നബി അലൈഹി സ്വലാമയുടെ കഥയും യൂസുഫ് അലൈഹി സ്വലാമയുടെ കഥയായിട്ട്. അവിടെ മൂസാ അലൈഹി സ്വലാമയുടെ ഫാദറിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ? മൂസാ അലൈഹി സ്വലാം ജനിക്കുമ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? അതിനുശേഷം എപ്പോഴെങ്കിലും അദ്ദേഹം ജീവിച്ചിരുന്നിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. ഉമ്മാനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ള. ഈവൻ ഹാറൂൻ നബിയെ കുറിച്ച് പോലും പറയുന്നത് എപ്പോഴാ? വലുതായതിനു ശേഷമാണ്. ഈ മൂസാ നബി അലൈഹി സ്വലാമെ പിന്നെ പുഴയിൽ ഒഴുക്കുമ്പോൾ അതിന്റെ പിന്നാലെ പോകുന്ന ആരാ? സഹോദരിയാണ്. അപ്പോ ഖുർആൻ സ്റ്റോറി പറയുമ്പോൾ ഖുർആന്റെ ലക്ഷ്യം വെറും കഥ പറച്ചിലല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ പറയുമായിരുന്നു. അസ്ഹാബുൽ കഹഫ്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സൂറത്ത് അൽ കഹഫ്. അൽ കഹഫില് ഖുർആൻ തന്നെ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവര് എത്ര പേരുണ്ടായിരുന്നു? അവർ മറ്റൊരു പലതും പറയുന്നില്ല. എന്നിട്ടും ഖുർആൻ ഒരു എണ്ണം കൃത്യമായിട്ട് പറയുന്നില്ല. അവരെത്ര കൊല്ലം ഉറങ്ങി? അതും ഖുർആൻ പറയുന്നില്ല കൃത്യമായിട്ട്.
300 വർഷം, ചിലപ്പോൾ 9 വർഷം കൊണ്ട് ആഡ് ചെയ്തോ. എന്നിട്ട് പറയാണ് എത്ര ഉറങ്ങിയെന്ന് അള്ളാഹ്ക്ക് അറിയുള്ളൂ. ഇവിടെയും യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ മദറിനെ കുറിച്ചോ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിയുടെ ഒരു ഭാര്യയെ കുറിച്ചും ഒരു സംഗതിയും ഖുർആൻ പറയുന്നില്ല. കാരണം ഖുർആന്റെ സ്റ്റൈൽ അല്ലെങ്കിൽ ഖുർആന്റെ ഫോർമുല ഓഫ് ടെല്ലിംഗ് ദ സ്റ്റോറി ഈസ് ദ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്. ഖുർആന്റെ ആത്യന്തിക ലക്ഷ്യം ഗൈഡൻസ് ഫോർ പീപ്പിൾ, ജനങ്ങൾക്ക്, മനുഷ്യർക്ക് ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഹുദൻ ലിന്നാസ്, അതാണ് ഖുർആന്റെ ലക്ഷ്യം. ആ ഒരു ഖുർആന്റെ ഓഡിയൻസ് ആയിട്ടുള്ള അന്നത്തെ അറബികൾക്ക് മാത്രമല്ല, ഇതിൽ വിശ്വസിക്കാൻ പോകുന്ന വരാനിരിക്കുന്ന തലമുറകൾക്ക് ഖുർആൻ പാഠമാകണം. അപ്പൊ എല്ലാ സ്റ്റോറിയിലും ആളുകൾക്ക് പാഠമാകുന്ന ചില പ്രധാനപ്പെട്ട ഭാഗം മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് ആ സ്റ്റോറീസ് ഇങ്ങനെ ആവർത്തിച്ച് പറയണം, അല്ലെങ്കിൽ ആ ലെസൺസ് ആവർത്തിച്ച് പറയണം. നമ്മളിപ്പോ ഈ 99ാമത്തെ ആയത്തിൽ എത്തി നിൽക്കുന്ന 58ാമത്തെ ക്ലാസ് ആണ് ഇന്ന്. സൂറത്ത് യൂസുഫ് തുടങ്ങിയിട്ട് 58ാമത്തെ ക്ലാസ് ആണ്. ഈ 58ാമത്തെ ക്ലാസ്സിൽ വരെ നമ്മൾ ഓരോ ആയത്തും പറയുമ്പോൾ ആ ആയത്തിലുള്ള നമുക്കുള്ള റിമാർക്കബിൾ ലെസൺസ്, ഇമ്പോർട്ടന്റ് ലെസൺസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടി നമ്മൾ ചേർത്ത് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഒരു 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 ജീവിതത്തിന്റെ ഒരുപാട് വശത്തേക്ക് വെളിച്ചം വീശുന്ന ധാരാളം പാഠങ്ങൾ നമുക്ക് കിട്ടും. തീർച്ചയല്ലേ? അങ്ങനത്തെ പാഠങ്ങളാണ് ഖുർആന്റെ ലക്ഷ്യം. അല്ലാതെ ഖുർആൻ ഒരിക്കലും കഥ ഒരു നമുക്കൊക്കെ കേട്ടിരിക്കാൻ വേണ്ടി ഒരു ഇന്ത്യൻ സോപ്പ് ഒപ്പേര പോലെ, ഹിന്ദി സിനിമ പോലെ, അല്ലെങ്കിൽ പിന്നെ മറ്റൊരു ഡിറ്റക്റ്റീവ് നോവല് പോലെ, ഒരു ഒരു പിന്നെ ശാസ്ത്ര നോവല് പോലെ ഒന്നും ഖുർആൻ കഥ പറയുന്നില്ല. സോ ഖുർആൻസ് മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു ഗൈഡ് പീപ്പിൾ. അപ്പോൾ ഖുർആന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ആ പർപ്പസിന്, ആളുകൾക്ക് ഗൈഡൻസ് കിട്ടുക എന്ന ആ പർപ്പസിന് അനുസരിച്ചിട്ടുള്ള കാര്യം മാത്രമേ പറയുള്ളൂ. നമ്മളും ഞാനിപ്പോ പറഞ്ഞു ബൈബിളില് ഇതിനെക്കുറിച്ച് പറയുന്ന ചില പാർട്ടുകൾ ഞാൻ പറയൂ എന്നുള്ളത്. പക്ഷെ അവിടെയും നമ്മൾ ആ ബൈബിളിലെ പാർട്ട് എടുക്കുന്നത് എന്തുകൊണ്ട് ഖുർആൻ ഇപ്പോ ഈ അബവൈഹി എന്ന് പറഞ്ഞു. ശരിക്ക് വേണമെങ്കിൽ ഇവിടെയും ഉമ്മാനെ വിട്ടിട്ട് ദഖലു അലൈഹി ആവാ ഇലൈഹി അബാഹു എന്ന് പറഞ്ഞാൽ മതി അല്ലെ. ആവാ ഇലൈഹി അബാഹു. കാരണം വാപ്പ വിഷമിച്ചത് മാത്രമാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ വാപ്പാടെ പിതാവിനെ താൻ ചേർത്ത് പിടിച്ചു എന്ന് പറഞ്ഞാൽ വി ആർ നോട്ട് ഗോയിങ് ടു ക്വസ്റ്റ്യൻ ദാറ്റ്. എന്തുകൊണ്ട് ഉമ്മ എന്നെ പറഞ്ഞില്ല എന്ന് ചോദിക്കാൻ പോണില്ല. പക്ഷേ ഇവിടെ അബവൈഹി എന്ന് പറഞ്ഞതിന് ഖുർആന് വലിയ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഗൈഡൻസ് ആണ്, നമുക്കുള്ള ഗൈഡൻസ് ആണ്. നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പിൽ, കുടുംബ ബന്ധങ്ങളിലുള്ള വളരെ സുപ്രധാനമായ ഒരു പോയിന്റ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് സഹായകമാകുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ബൈബിളിൽ നിന്ന് കുറച്ച് പാർട്ട് ഇവിടെ കൂട്ടിച്ചേർക്കും. അങ്ങനെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അത് ഖുർആൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഖുർആൻ അത് പറഞ്ഞിട്ടില്ല. ഖുർആൻ പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് അതിന്റെ ഈ എന്തുകൊണ്ട് അബവൈഹി എന്ന് പറഞ്ഞു എന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം നമ്മൾ തഫ്സീറുകളും ബൈബിളും ഒക്കെ കുറച്ച് അന്വേഷിച്ച് പോവുകയാണ് കേട്ടോ. ഓക്കെ, അത് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞതാണ്. ഇനി ഇവിടെ ഇവിടെ എന്താ ഉള്ളവർ സംസാരിക്കുന്നത്? മ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചു കേട്ടാ. വേറെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. പിന്നെ അള്ളാഹുവിന്റെ ഒരു പർപ്പസ് നമ്മൾ പറഞ്ഞു. ഇവിടെ ഈ ഈ ഈ കഥ വളരെ വളരെ വിശദമായിട്ടാണ് ബൈബിളിൽ പറയുന്നത്. ഖുർആൻ വളരെ സ്കിംഡ് ആയിട്ടാണ് പറയുന്നത് അല്ലെ. മൊത്തം ഈ സൂറത്ത് എടുത്തു നോക്കിയാൽ ഒരു 4-5 പേജാണ് വരിക. എന്തുകൊണ്ട് അങ്ങനെ ഖുർആൻ പറഞ്ഞു? അപ്പൊ അതിന് ഈ രണ്ട് പാരന്റ്സിനെ കുറിച്ചും ഇവിടെ പറഞ്ഞതിൽ, അല്ലെങ്കിൽ മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞതിൽ ആദ്യം നമുക്ക് തഫ്സീറുകൾ നോക്കാം. ഒന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസിയുടെ തഫ്സീറിൽ അദ്ദേഹം 3 വ്യാഖ്യാനമാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. എന്തുകൊണ്ട് രണ്ട് മാതാവിനെയും പിതാവിനെയും കുറിച്ച് ഇവിടെ പറഞ്ഞു. അതിൽ ഒന്ന് ഇമാം റാസി പറയുന്നത് യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ മദർ ആ സമയത്ത് ജീവിച്ചിരുന്നു. എപ്പോ ഈ സംഭവം നടക്കുമ്പോൾ ജീവിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരെ ഇപ്പൊ പറഞ്ഞത്. അതായത് പിതാവിന്റെ ഒപ്പം തന്നെ മദറും വന്നു. പക്ഷെ മദറിനെ കുറിച്ച് ഇതുവരെ ഖുർആൻ പറയാത്തതിന്റെ കാരണം അദ്ദേഹം പറയുന്നത് ആ ഒരു അർത്ഥത്തിൽ ഖുർആന്റെ ഈ ഗൈഡൻസിന്, ഖുർആനെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു
മാർഗദർശനത്തിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു ലെസൺ അവരുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു പറയാനില്ലാത്തത് കൊണ്ടാണ് ഖുർആൻ പറയാതിരുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ന്യായം. രണ്ടാമത്തെ ഒരു സാധ്യത അദ്ദേഹം തന്നെ പല സാധ്യതകൾ പറയുന്നത്. രണ്ടാമത്തെ സാധ്യത അദ്ദേഹം പറയുന്നത് ഇവര് നേരത്തെ മരിച്ചു പോയിരുന്നു. ആര്? ഈ ബയോളജിക്കൽ മദർ. അത് അവിടെ അദ്ദേഹം ബൈബിളിലെ വ്യാഖ്യാനത്തിന് ഊന്നൽ കൊടുത്തിട്ട് പറയാണ് യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ യഥാർത്ഥ മദർ അതിനെക്കുറിച്ച് അവരുടെ പേര് ബൈബിളിൽ എന്താ പറയണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ബൈബിളില് യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ മദറിനെ കുറിച്ച് പറയുന്ന പേര് ഡസ് എനിവൺ റിമെമ്പർ ദാറ്റ്? റേച്ചൽ. ഈ റേച്ചൽ എന്ന് പറയുന്ന മദർ ബൈബിളിൽ പറയുമ്പോൾ അവരുടെ ഹീബ്രു പേരുകളാ പറയാ. ഓഫ് കോഴ്സ് ഇതൊന്നും അറബി പേരുകളല്ല. ഈവൻ യൂസുഫ് പോലും അറബി പേരല്ല. ജോസഫ് അല്ലെ, അതാണ്. യാക്കൂബ് ജേക്കബ് ആണ്. അങ്ങനെ ഇസ്മായിൽ, ഇസ്ഹാഖ് ഇതൊന്നും അറബി പേരല്ല. ഇബ്രാഹിം പോലും എന്തല്ല, അറബി പേരല്ല. ഇതൊക്കെ അന്നത്തെ ഒരു പേരാണ്. പിന്നീട് അപ്പൊ അറബി ഭാഷയിൽ അത് പിന്നീട് അറബീകരിക്കപ്പെട്ടതാണ്. അല്ലെങ്കിൽ അള്ളാഹു അങ്ങനെയാണ് പേരുകൾ വച്ചിട്ടുണ്ടാകുക. പക്ഷെ അറബി ഭാഷയ്ക്ക് ശരിക്കും ആ അർത്ഥത്തിൽ ഖുർആന്റെ ഭാഷയായിട്ട് അറബി വരുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിന്റെ ഒരു ഭാഷയായിട്ട് അറബി വരുന്നത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമാണ്. അതിനു മുമ്പ് ഇവർ സംസാരിച്ചിരുന്ന ഭാഷ ഏതാ? പ്രത്യേകിച്ച് യാക്കൂബ് നബി അലൈഹി സ്വലാം, യൂസുഫ് അലൈഹി സ്വലാമൊക്കെ സംസാരിച്ചിരുന്ന ഭാഷ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഹീബ്രുവിന്റെ മുമ്പത്തെ ഒരു വേർഷനാണ് അല്ലെ, അരാമിക് ലാംഗ്വേജിലാണ് അവർ സംസാരിച്ചിട്ടുണ്ടാവുക. ആ സംസാരമാണ് ഖുർആൻ ഇപ്പൊ അറബിയിലായിട്ട് പറയുന്നത്. ഖുർആനാണ് അറബിയിൽ മാത്രം ഇറങ്ങിയിട്ടുള്ള ഏക വേദഗ്രന്ഥം. മറ്റ് വേദഗ്രന്ഥങ്ങളൊക്കെ മറ്റ് പല ഭാഷകളിലാണ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഓക്കെ, ഈ രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം ഇമാം ഫഖ്റുദ്ദീൻ റാസി പറയുന്നത് അവര് നേരത്തെ മരിച്ചു പോയിരുന്നു. പക്ഷേ മരിച്ചുപോയ അവരെ അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഒരു റീയൂണിയന്റെ സമയത്ത്, കുടുംബം റീയൂണിയന്റെ സമയത്ത് അള്ളാഹു അവരെ ജീവനോടെ അവരെ പുനരുജ്ജീവിപ്പിച്ചു. ആ ഒരു സമയത്ത് ആ ഒരു സന്നിധാനത്തിൽ അവരെത്തിച്ചു. ആ ഒരു പിന്നെ ആ ഒരു മൊമെന്റിൽ അവരെ അള്ളാഹു സുബ്ഹാനഹു തആല എത്തിച്ചു എന്നതാണ് ആര് പറയുന്നത്? പിന്നെ എന്തിനു വേണ്ടി? യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ സ്വപ്നം പൂർത്തീകരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു എന്നാണ് ഇമാം റാസി പറയുന്നത്. ഇതൊന്നും പൂർണ്ണമായിട്ടും ശരിയായത് ഇത് തന്നെയാണോ ശരിയായ വ്യാഖ്യാനം എന്നൊന്നും നമ്മൾ പറയുന്നില്ല. അങ്ങനെ ഇമാം ഫഖ്റുദ്ദീൻ റാസി പറഞ്ഞിരിക്കുന്നു എന്നതാണ് നമ്മുടെ പറച്ചിൽ. മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ ഒരു വ്യാഖ്യാനം ഇത് അദ്ദേഹം സാധ്യതകൾ പറയാണ് കേട്ടാ. മൂന്നാമത്തെ വ്യാഖ്യാനം മദർ മരിച്ചു പോയിരുന്നു. ഇവിടെ ഈ മാതാപിതാക്കൾ എന്ന് പറയുന്നിടത്ത് പിതാവ് യാക്കൂബ് നബി അലൈഹി സ്വലാം ഫോർ ഷുവർ സെർട്ടൺ. മദർ എന്ന് ഇവിടെ പറയുന്നത് യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ മദറിന്റെ സിസ്റ്റർ ആണ്. അതായത് മറ്റേ മറ്റേണൽ ഓണ്ട് അല്ലെ, ആന്റി എന്ന് വിളിക്കുന്ന സിസ്റ്റർ. മദർ ബിന്യാമീനെ പിന്നെ പ്രസവിക്കുന്ന സന്ദർഭത്തിൽ അവർ മരിച്ചുപോയി. അതിനുശേഷം ഫാദർ എന്ത് ചെയ്തു? ഈ മദറിന്റെ സിസ്റ്ററെ മാരി ചെയ്തു, വിവാഹം കഴിച്ചു. അവരെ പിന്നെ സ്വാഭാവികമായിട്ട് അവരെന്തായിരിക്കും? മദറിന്റെ സ്ഥാനത്തായിരിക്കുമല്ലോ. പിതാവ് രണ്ടാമത് വിവാഹം കഴിക്കുന്ന സ്ത്രീ സ്വാഭാവികമായിട്ടും മദറിന്റെ സ്ഥാനത്തായിരിക്കും. അതുകൊണ്ട് അങ്ങനെ അവർ മദറായിട്ട് അവരെ കുറിച്ച് പരിചയപ്പെടുത്തും. ഈവൻ ദോ ഷീസ് നോട്ട് ഹിസ് ബയോളജിക്കൽ മദർ. ഖാല എന്നാണ് അറബി പറയാ അല്ലെ. ആരെ കുറിച്ച്? ഖാല എന്നാണ് ആരെ കുറിച്ച് പറയാ? മദറിന്റെ സിസ്റ്ററെ അല്ലെ, ഓണ്ടിനെ കുറിച്ച് പറയാം. അത് പിന്നെ അങ്കിൾ ആണെങ്കിലോ മദറിന്റെ ബ്രദർ എന്താ പറയാ? ഖാൽ എന്ന് പറയും അല്ലെ. പിതാവിന്റെ ബ്രദർ ആണെങ്കിൽ പിതാവിന്റെ സഹോദരിക്ക് എന്ത് പറയും? അമ്മത്ത്. പിതാവിന്റെ ബ്രദറും സിസ്റ്ററും. മാതാവിന്റെ ബ്രദറിനും സിസ്റ്ററിനും ഖാലത്ത്. ഓക്കെ, ഇതാണ്. അപ്പൊ ഖാലത്തായിരുന്നു ഇവർ. അവരെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി അപ്പൊ ഖുർആനിലെ ഇങ്ങനെ, അതായത് പിതാവിന്റെ ബ്രദറിനെ പിതാവ് എന്ന് വിളിച്ച മറ്റൊരു സന്ദർഭമുണ്ട്. അതെവിടെയെന്ന് വെച്ചാല് സൂറത്തുൽ ബഖറയിലെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം തന്നെ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ആഴ്ച ആ ആയത്ത് ഉദ്ധരിച്ചിരുന്നു. വേറൊരു റീസണിന് വേണ്ടിയാണ് ഉദ്ധരിച്ചത്, പക്ഷെ ഇവിടെ അത് വീണ്ടും നമുക്ക് ഉദ്ധരിക്കും. അപ്പോ മാ തഅബുദൂന മിൻ ബഅദി, സൂറത്തുൽ ബഖറയിൽ അത് പറയുന്നുണ്ട്. എനിക്ക് ശേഷം നിങ്ങൾ ആരെ ആരാധിക്കും എന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട്, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയുടെ മക്കൾ പറയുന്നുണ്ട്, നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദൻ. ഞങ്ങൾ താങ്കളുടെ ദൈവത്തെ, താങ്കളുടെ പിതാക്കളായിട്ടുള്ള ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്
ഇവരുടെയൊക്കെ ദൈവങ്ങളെ ഞങ്ങൾ, അതായത് ഇവരൊക്കെ പിന്നെ ദൈവങ്ങൾ എന്നല്ല, അവരൊക്കെ ആരാധിച്ച അള്ളാഹുവിനെ ഞങ്ങൾ ആരാധിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ നോക്കൂ, ആബാ പിതാക്കൾ എന്ന് പറഞ്ഞിട്ട് ആരൊക്കെയാ പറയുന്നത്? ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്. ശരിക്കും യാക്കൂബ് നബിയുടെ പിതാവ് ആരാ? ആരാ? ഇസ്ഹാഖ് നബി. ഇസ്ഹാഖ്. ഇസ്മായിൽ ആരാ? യാക്കൂബ് നബിയുടെ ആരാ? ബ്രദർ. യാക്കൂബ് നബിയുടെ ആരാ? ഉപ്പാന്റെ ആ അങ്കിളാണ് അല്ലെ, അങ്കിളാണ്, അമ്മാണ്. എങ്ങനെ അമ്മാവാ? ഇസ്ഹാക്കിന്റെ സഹോദരനാണ് ആര്? ഇസ്മായിൽ. പക്ഷെ അവരെല്ലാവരോടും ചേർത്ത് ഉപയോഗിക്കാൻ വേണ്ടി ഏത് പാദമാണ് പറഞ്ഞത്? ആബാ. ഇത് ഞാൻ എന്തിന് തെളിവായിട്ട് ഉദ്ധരിച്ചാന്ന് വെച്ചാല്, ഇവിടെ ഫലമ്മാ ദഖലു അലൈഹി ആവാ ഇലൈഹി അബവൈഹി, തന്റെ രണ്ട് മാതാവിനെയും പിതാവിനെയും അദ്ദേഹം ചേർത്ത് പിടിച്ചു എന്നത് ഇമാം റാസി പറയാണ്. ഖാലത്താണ് അവര്, സ്വന്തം ബയോളജിക്കൽ മദർ അല്ല, മറിച്ച് സ്റ്റെപ്പ് മദർ ആയിട്ടുള്ള, അല്ലെങ്കിൽ പിതാവ് രണ്ടാമത്തെ വിവാഹം കഴിച്ച മദറിന്റെ സഹോദരിയെ മദർ എന്ന് വിളിക്കാം എന്നതിന്റെ ഖുർആന്റെ തെളിവാണത് കേട്ടാ. മദർ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വിളിക്കാം. ആരെ? പിതാവ് രണ്ടാമത് വിവാഹം കഴിച്ച, മദർ മരിച്ചതിന് ശേഷം രണ്ടാമത് വിവാഹം കഴിക്കുന്ന ആരാണെങ്കിലും അവരെ മദർ എന്ന് വിളിക്കാം എന്നതിനുള്ള ഖുർആന്റെ തെളിവാണ്. അതുപോലെ തന്നെ തിരിച്ച് പിതാവ് എന്നും വിളിക്കാം, വാപ്പ, ഫാദർ. ദേ ആർ നോട്ട് ദെയർ ബയോളജിക്കൽ ഫാദർ, ബയോളജിക്കൽ മദർ, ബട്ട് സ്റ്റിൽ ദേ ക്യാൻ ബി കോൾഡ് അബ് ഔ ഉമ്മ എന്ന് വിളിക്കാം എന്നതിന്റെ തെളിവാണ്. ഓക്കെ, ഇനി വേറൊരു പോയിന്റ് ഇതിനകത്ത്, അതായത് ആസറിനെ കുറിച്ച് ഖുർആൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ മരണ സന്ദർഭത്തില് റബ്ബി ഗഫിർലി വലിവാലിദയ്യ എന്ന് പറയുന്നുണ്ട് അല്ലെ. റബ്ബി ഗഫിർലി വലിവാലിദയ്യ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും പുറത്തു കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോ അതിനെക്കുറിച്ച് ഒരു വ്യാഖ്യാനം പറയുന്നുണ്ട്. കാരണം പിതാവിന് വേണ്ടി ഇനി ഇസ്തിഗ്ഫാർ നടത്തരുതെന്ന് അള്ളാഹു ഇബ്രാഹിം നബിയോട് പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. അതുകൊണ്ട് തന്നെ മരണ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം റബ്ബി ഗഫിർലി വലിവാലിദയ്യ എന്ന് പറഞ്ഞത് പിന്നെ സ്വന്തം ബയോളജിക്കൽ ഫാദറിനെ കുറിച്ചാണ്. അപ്പോൾ പിന്നെ സൂറത്ത് പിന്നെ മറിയമിലും മറ്റു പല സൂറകളിലും പിതാവ് എന്ന് അദ്ദേഹം വിളിച്ചത് ആരെയാണ്? യാ അബത്തി അല്ല, യാ അബത്തി എന്ന് വിളിച്ച് ആസറിനോട് പറഞ്ഞല്ലോ. ആസർ അദ്ദേഹത്തിന്റെ ബയോളജിക്കൽ ഫാദർ ആയിരുന്നില്ല, മറിച്ച് പാറ്റേണൽ അങ്കിൾ ആയിരുന്നു, അമ്മ ആയിരുന്നു എന്നും മറ്റേ തഫ്സീറിന്റെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ആസർ എന്ന് നമ്മൾ സാധാരണ പറയുന്ന വാപ്പ ഉണ്ടല്ലോ, ഇബ്രാഹിം നബിയുടെ വാപ്പ, അത് ശരിക്കും ബയോളജിക്കൽ ഫാദർ ആയിരുന്നില്ല, അദ്ദേഹത്തെ വളർത്തിയ അദ്ദേഹത്തിന്റെ പിതാവിന്റെ സഹോദരനായിരുന്നു എന്നതാണ് ഒരു വ്യാഖ്യാനം, തഫ്സീർ. ഓക്കെ, എനിവേ അത് നമ്മുടെ വിഷയമല്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോയിന്റിന് ഉപോത്ബലകമായി പറഞ്ഞതാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഖുർആനിൽ നിന്ന് തന്നെ കിട്ടുന്ന തെളിവുകളാണ്. സ്റ്റെപ്പ് ഫാദറിനെ അബ് എന്ന് വിളിക്കാം, സ്റ്റെപ്പ് മദറിനെ ഉമ്മ എന്ന് വിളിക്കാം, രണ്ടാളെയും കൂടി ചേർത്തിട്ട് അബവൈഹി എന്ന് വിളിക്കാം. പക്ഷെ വാലിദയ്യ, വാലിദത്ത് എന്ന് വിളിക്കുന്നത് ആരെയാണ്? ബയോളജിക്കൽ ഫാദറിനെയും ബയോളജിക്കൽ മദറിനെയാണ്. ക്ലിയർ ആയിനോ? ആ ഡിസ്റ്റിങ്ഷൻ ക്ലിയർ ആണോ? അബ് എന്ന് ആരെയും വിളിക്കാം, എന്ത്? പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന, പിതാവിന്റെ ആ സ്ഥാനത്ത് വരുന്ന ആരെയും അബ് എന്ന് വിളിക്കാം. പക്ഷെ വാലിദ് എന്ന് വിളിക്കണമെങ്കിൽ ബയോളജിക്കൽ ഫാദർ ആയിരിക്കണം. വാലിദത്ത് എന്ന് വിളിക്കണമെങ്കിൽ ബയോളജിക്കൽ മദർ ആയിരിക്കണം. മറ്റതിനെ ഉമ്മ എന്ന് വിളിക്കാൻ അങ്ങനെ ആവണമെന്നില്ല. പിതാവിന്റെ രണ്ടാം ഭാര്യയെ, അല്ലെങ്കിൽ ഭാര്യ മരിച്ചിട്ട് അദ്ദേഹം പിന്നെ ഉമ്മ മരിച്ചതിന് ശേഷം പിന്നെ അദ്ദേഹം രണ്ടാമതായിട്ട് വിവാഹം ചെയ്യുന്ന ആ സ്ത്രീ ഉമ്മയുടെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ അവരെ ഉമ്മ എന്ന് വിളിക്കാം. അതിനുള്ള തെളിവാണ്. ഓക്കെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതിനെക്കുറിച്ച് പറയുന്നത്, ഇത് ഫാദറും യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ ഗ്രാൻഡ് മദറുമായിരുന്നു എന്നാണ് പറയുന്നത്. എനിവേ, വി ആർ നോട്ട് ഗോയിങ് ടു ഡിസ്പ്യൂട്ട്. ഇനി ഞാൻ ഈ അബവൈഹി എന്ന് പറഞ്ഞതിന്റെ ഒരു കോണ്ടെക്സ്റ്റ്, ബൈബിളിലെ ലോങ് സ്റ്റോറിയാണ്, പക്ഷെ ഞാൻ വളരെ ചുരുക്കി അത് പറയണം കേട്ടോ. അപ്പൊ ചുരുക്കി പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ എന്നാലും ആ കൺഫ്യൂഷൻ നമുക്ക് അതിന്റെ അവസാനത്തേക്ക് വരുമ്പോൾ ആ കൺഫ്യൂഷനൊക്കെ തീരുന്ന രൂപത്തിൽ അത് ഞാൻ പറയാം. അതായത് ബൈബിളിലെ വിശദീകരണം അനുസരിച്ച് ലബാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ലബാൻ, അവരുടെ ഭാഷയിലുള്ള പേരുകളാണ് പറയുന്നത്. ലബാൻ. ആ ലബാന്റെ മോളാണ് റേച്ചൽ, യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ യഥാർത്ഥ മദറായിട്ടുള്ള റേച്ചൽ. അതുപോലെ തന്നെ അവർക്ക് മറ്റൊരു മകളുണ്ടായിരുന്നു. ആ മകളുടെ പേര് ലിയ എന്നാണ്. ലിയ, LEAH, ലിയ. അവരുടെ പിന്നെ ഇംഗ്ലീഷ് ബൈബിളിൽ അങ്ങനെയാണ് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ലബാനിന് രണ്ട് മക്കള്, റേച്ചലും ലിയ.
കൂടാതെ റേച്ചലിനും ലിയയും കൂടാതെ 2 സെർവന്റ് ഡോട്ടേഴ്സ്, സെർവന്റ് ചിൽഡ്രനും ഇവർക്കുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാല് അന്നത്തെ കാലത്ത് ഈ അടിമ സ്ത്രീകള് അല്ലെ, അവരുടെ ഒപ്പം വേലക്കൊക്കെ നിൽക്കുന്ന സ്ത്രീകളെ ഇവർ വിവാഹം കഴിക്കും. ആ അടിമ സ്ത്രീകളിൽ ഉണ്ടാകുന്ന കുട്ടികള് അതും ഇവരുടെ മക്കളായിട്ട് പരിഗണിക്കും. പക്ഷെ അവർക്ക് അന്ന് കൊടുത്തിരുന്ന ഒരു സ്ഥാനം എന്താ വെച്ചാല്, അടിമ സ്ത്രീകളിൽ ഉണ്ടാകുന്ന കുട്ടികള് ഈ യഥാർത്ഥ മക്കളുടെ സെർവന്റ് ആയിട്ട് തന്നെ ഉണ്ട്. അങ്ങനെ 2 സ്ത്രീകളുണ്ട്. 2 മറ്റു കുട്ടികളുണ്ട്. അവരുടെ പേര് ഒന്ന് ബിൽഹ, മറ്റൊന്ന് സിൽപ. പേരൊന്നും ഓർത്തിരിക്കണമെന്നില്ല. പേരൊന്നും ഓർത്തിരിക്കണമെന്നില്ല. പക്ഷെ ഞാൻ അതിന്റെ ഒരു പിന്നെ കഥ പറയുമ്പോ അതിന്റെ ഇത് പറയണം. അപ്പോ 4 ഡോട്ടേഴ്സ്. ഈ ലബാൻ എന്ന് പറഞ്ഞ മനുഷ്യന് 4 പെൺമക്കളുണ്ട്. റേച്ചൽ, ലിയ, ബിൽഹ, സിൽപ. ഓക്കെ? 4 മക്കള്. അതിലൊരാളെയാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിക്ക് ആദ്യമായിട്ട് വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിക്ക് ഒരു ടിൻ ബ്രദർ ഉണ്ടായിരുന്നു. ഈസോ, ESAU, ഈസോ എന്ന് പറയുന്ന ഒരു ബ്രദർ. ആ ബ്രദർ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിയുടെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവമുള്ള ആളാണ്. എന്ന് പറഞ്ഞാൽ ഐഡൽ വർഷിപ്പർ ആയിരുന്നു, വിഗ്രഹാരാധകനായിരുന്നു. വ്യഭിചാരവും അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളും ആളുകളോടുള്ള അക്രമവും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു ഈവിൾ ആയിട്ടുള്ള ഒരു ടിൻ ബ്രദർ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഈ ലബാന്റെ ഈ മക്കളെ പ്രൊപ്പോസ് ചെയ്തു. അതിൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിക്ക് ഇഷ്ടം, അതായത് ജേക്കബ്, ബൈബിളിന്റെ സ്റ്റോറി പറയുമ്പോൾ നമ്മൾ ആ പേരാണ് ട്ടോ ഉപയോഗിക്കണം. ജേക്കബിന് ഇഷ്ടം റേച്ചലിനെ ആയിരുന്നു. ആഹ് ഈ ഈസോയ്ക്ക് ലിയായെയും കല്യാണം കഴിച്ചു കൊടുക്കട്ടെ, ആ ഒരു പ്രൊപ്പോസലാണ് വന്നത്. പക്ഷേ ഈ ലബാൻ എന്ത് ചെയ്തു? പിന്നെ ഒരു ചതി ചെയ്തു. കാരണം ഈ പെൺകുട്ടികളിൽ ഏറ്റവും മൂത്തതാണ് ആര്? ലിയ. റേച്ചലിനെയാണ് ജേക്കബിന് ഇഷ്ടം എന്ന് മനസ്സിലാക്കിയപ്പോ ആഹ് ഈസോയ്ക്ക് ലിയാനെയും റേച്ചലിന് ജേക്കബിനെ വിവാഹം ചെയ്യാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. പക്ഷേ ലിയക്ക് ഈസോയെ വിവാഹം കഴിക്കാൻ വെറുപ്പായിരുന്നു. കാരണം എന്താ? ഈ ഈസോയുടെ സ്വഭാവം എന്താ? നമ്മൾ പറഞ്ഞല്ലോ. ജേക്കബിന്റെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവമാണ്. അപ്പൊ ലബാൻ എന്ത് ചെയ്തു? മൂത്ത മോളായിട്ടുള്ള ലിയയെ ജേക്കബിനെ കൊണ്ട് വിവാഹം കഴിക്കാൻ ഒരു ചതി ചെയ്തു. ആ ചതി എന്താ വെച്ചാൽ, ഇതൊക്കെ ബൈബിളിന്റെ വേർഷനാണ് ട്ടോ ഞാൻ പറയുന്നത്. ബൈബിളിന്റെ വേർഷനാണ്. അതെന്താന്ന് വെച്ചാല്, അന്നത്തെ കാലത്ത് വിവാഹം കഴിക്കുമ്പോൾ മുഖം അല്ലെ, മുഖം മൂടിയിട്ടാണ് ഇരിക്കുക. അപ്പോ ഈ ജ്യേഷ്ഠ അനിയത്തിനെ കാണിച്ചിട്ട് ജ്യേഷ്ഠത്തിനെ കെട്ടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ പോലെ എന്ത് ചെയ്തു? ഈ ലിയാണ ലിയക്ക് മുഖം മൂടി ഇട്ടിട്ട് റേച്ചൽ ആണെന്ന് പറഞ്ഞിട്ട് ലബാൻ ജേക്കബിന് വിവാഹം ചെയ്തു കൊടുത്തു. ഓക്കെ? അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ അന്നത്തെ മഹർ എന്താ? 7 വർഷം പിന്നെ സെർവ് ചെയ്യണം അല്ലെ? മൂസാ നബിയുടെ മഹറിനെ കുറിച്ച് നമ്മൾ കേട്ടല്ലേ? അതുപോലെ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ആഹ് ഇത് സ്വാഭാവികമായിട്ട് പിടിക്കപ്പെടുമല്ലോ. ആദ്യത്തെ ദിവസം തന്നെ അത് പിടിക്കപ്പെടും. പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ അതിനെക്കുറിച്ച് ആഹ് പിന്നെ ജേക്കബിന് വിഷമം തോന്നി. വിഷമം പിന്നെ ലബാന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. എന്നെ പറ്റിച്ചു, എന്നെ വഞ്ചിച്ചു, അത് ശരിയായില്ല എന്ന് പറഞ്ഞപ്പോ ലബാൻ പറഞ്ഞു, പ്രശ്നമില്ല, ഞാൻ എന്ത് ചെയ്യാം, റേച്ചലിനെയും താങ്കൾക്ക് വിവാഹം ചെയ്തു തരാം. കാരണം അന്നത്തെ കാലത്ത് ഖുർആനാണല്ലോ പിന്നീട് അൻ തജ്മഅ ബൈനൽ ഉഖ്തൈനി അല്ലെ, ഇസ്ലാമിലാണെന്ത് 2 സഹോദരിമാരെ ഒന്നിച്ച് കല്യാണം കഴിക്കൽ നിരോധിച്ചിട്ടുള്ളത്. പക്ഷെ അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഈ പിന്നെ ഇവരുടെ ശരീഅത്തില് അത് നിഷിദ്ധമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ലബാൻ പറഞ്ഞു, പ്രശ്നമില്ല, റേച്ചലിനെ ഞാൻ വിവാഹം കഴിച്ചു തരാം. പക്ഷെ ഒരു കണ്ടീഷൻ. അതെന്താന്ന് വെച്ചാല് 7 വർഷവും കൂടി അല്ലെ മഹർ കൂട്ടണം. വീണ്ടും 7 വർഷം എന്നെ സെർവ് ചെയ്യണം. 14 വർഷം. അങ്ങനെ കരാർ എഴുതിയിട്ട് ഈ 2 പേരെയും ആർക്ക് വിവാഹം ചെയ്തു കൊടുത്തു? ജേക്കബിന് വിവാഹം ചെയ്തു കൊടുത്തു. ഈസോനെ ഒഴിവാക്കി. മനസ്സിലാവുന്നുണ്ടോ? സ്റ്റോറി ആർ യു വിത്ത് മീ? എന്നോടൊപ്പം ഉണ്ടോ എല്ലാവരും? ഓക്കെ. ഇനിയാണ് പ്രശ്നം. ലിയ ഗോട്ട് ഡിപ്രസ്ഡ്. കാരണം എന്താ? ജേക്കബിന് ശരിക്കും ആരെ ഇഷ്ടം? റേച്ചലിനാണ് ഇഷ്ടം. ലിയ അപ്പോഴേക്കും മാനസികമായി തകർന്നുപോയി. പക്ഷേ പിന്നൊരു പ്രശ്നം വന്നു. റേച്ചലിന് കുട്ടികളൊന്നും ഉണ്ടായില്ല. ലിയ ആകട്ടെ 4 ആൺകുട്ടികളെ പ്രസവിച്ചു. നമ്മൾ റുബിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഷിമോൺ എന്ന് പറഞ്ഞത്. ലെവി, ജൂദ. 4 ആൺകുട്ടികളെ ആർക്ക് ലഭിച്ചു? ലിയക്ക് ലഭിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും റേച്ചലിന് എന്തായി? ആഹ് ഒരു ഒരു തന്റെ പിന്നെ ഭർത്താവിന് ആ ഒരു സ്ത്രീയിൽ കുട്ടികളുണ്ടായതിൽ വിഷമമായി. അതിന് പരിഹരിക്കാൻ വേണ്ടി സ്വയമായിട്ട് അവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ല. അപ്പൊ അവര് പറഞ്ഞു, റിമെമ്പർ നമ്മൾ 2 സെർവന്റ് ഡോട്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ? ആ സെർവന്റ് ഇവരുടെ സെർവന്റും ആയിരിക്കും. റേച്ചൽ പറഞ്ഞു, എന്റെ ഒപ്പമുള്ള സെർവന്റ് ആയിട്ടുള്ള ബിൽഹയെ താങ്കൾ വിവാഹം ചെയ്തോ. അങ്ങനെ യാക്കൂബ് നബി അലൈഹി സ്വലാം, യാക്കൂബ് നബി എന്ന് ഇപ്പൊ നമ്മൾ പറയുന്നില്ല, ജേക്കബ് ഈ ബിൽഹയെ വിവാഹം ചെയ്തു. ബിൽഹയിൽ നിന്ന് ഡാൻ, നഫ്താലി എന്ന് പറയുന്ന 2 ആൺകുട്ടികൾ വീണ്ടും ആർക്ക് ജനിച്ചു?
ജേക്കബിന് ഉണ്ടായി. മലക്ക തൈമാനുക്കും, മിമ്മ മലക്ക തൈമാനുക്കും എന്ന് പറഞ്ഞ അടിമ സ്ത്രീകളിൽപ്പെട്ടതാണ്. അപ്പൊ വീണ്ടും ലിയക്ക് അപ്സെറ്റ് ആയി. അപ്പൊ ലിയ എന്ത് ചെയ്തു? സിൽപ എന്ന് പറയുന്ന അവരുടെ സെർവന്റിനെ ജേക്കബിന് ഓഫർ ചെയ്തു. അതും കല്യാണം കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ സിൽപയില് ജേക്കബിന് 2 കുട്ടികളുണ്ടായി, ഗാദ്, അഷർ. ഓക്കെ, ഗാദ്. അതിനുശേഷം വീണ്ടും ലിയയില് ജേക്കബിന് 3 കുട്ടികൾ കൂടി വേറെയും ജനിച്ചു. അവരുടെ പേര് ഡിനോവ, സബൂറ, ഇസാച്ചർ. ഇങ്ങനെ പേരുകൾ ഇത്തിരി ടഫാണ്, പക്ഷെ പേരുകൾ ഞാൻ പറഞ്ഞില്ല, പേരൊന്നും ഓർത്തിരിക്കണമെന്നില്ല. അങ്ങനെ സ്റ്റോറി മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും റൈച്ചല് പ്രഗ്നന്റ് ആയി. റൈച്ചല് പ്രസവിച്ചു. റൈച്ചലാണ് ജോസഫിനെ പ്രസവിച്ചു. യൂസഫ് ബെഞ്ചമിനെയും പ്രസവിച്ചു. ബിനിയാമീനെ പ്രസവിക്കുമ്പോൾ റൈച്ചല് മരണപ്പെടുന്നു. അപ്പോൾ ഇവിടെ സംഭവിക്കണം എന്താ, ഞാൻ പറഞ്ഞല്ലോ, കഥയിൽ കുറച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട്. പക്ഷെ ഓൾ ഓഫ് ദ സ്റ്റോറി, ഈ സ്റ്റോറി മൊത്തം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണ് അവിടെ കാണുന്നത്? ഈ അതായത് ഭാര്യമാര് തമ്മിലുള്ള റൈവൽറി അല്ലെ? ലിയ, റൈച്ചല്, പിന്നെ സിൽപ, ബിൽഹ, ഇവരൊക്കെ തമ്മിലുള്ള ഒരു പരസ്പരമുള്ള ഒരു ശത്രുതയും അസൂയയും ഇത് കണ്ടാണ് ആര് വളരുന്നത്? ഈ മക്കള് വളരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ മക്കളാണ് റേച്ചലിന്റെ മക്കളായിട്ടുള്ള ജോസഫിനും ബെഞ്ചാമിനും ഒറ്റപ്പെടുത്തിയിട്ട് ബാക്കി 10 മക്കളും കൂടി ചേർന്നിട്ട് ജോസഫിനെതിരെ ഗൂഢാലോചന നടത്തുന്നത് എന്നതാണ് ബൈബിളിന്റെ വർത്താനം. അപ്പൊ ബൈബിളിന്റെ ഈ വർത്താനം കേൾക്കുമ്പോൾ ഇപ്പൊ നമുക്ക് മനസ്സിലാവും, നൗ ഐ ഗോട്ട് ഇറ്റ്, ഇപ്പൊ എനിക്ക് മനസ്സിലായി. പക്ഷേ ഖുർആൻ ഇതൊന്നും പറയുന്നില്ല. എന്തുകൊണ്ട് ഖുർആൻ ഈ സ്റ്റോറി ഒന്നും അള്ളാഹ്ക്ക് അറിയാഞ്ഞിട്ടല്ലല്ലോ, സിൽപ്പയുടെയും റൈച്ചലിന്റെയും പിന്നെ ഈ കഥയും ഇതൊന്നും അള്ളാഹ്ക്ക് അറിയാഞ്ഞിട്ടല്ലല്ലോ. ബൈബിളിൽ അത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് അത് ക്ലിയർ ആക്കി കൊടുക്കാം അല്ലെ? അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷേ ഖുർആൻ അതിനെ വളരെ സ്കിം ചെയ്തിട്ട് ആ പ്രശ്നത്തിന്റെ മർമ്മം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഇതാണ് ഖുർആന്റെ സ്റ്റോറി ടെല്ലിങ്ങിന്റെ സ്റ്റൈല്. അതിനാണ് ഞാൻ ഈ ബൈബിൾ മൊത്തം ഇത്രയും ഈ ചരിത്രം മൊത്തം പറഞ്ഞത് ഇതിനാണ്. എന്ന് വെച്ചാല് ബൈബിള് പറയുന്നത് ഈ ഭാര്യമാര് തമ്മിലുള്ള ശത്രുതയാണ് മക്കളിലേക്ക് പകർന്നിട്ട് മക്കൾ അതുകൊണ്ടാണ് യൂസുഫിനും അല്ലെങ്കിൽ ബിന്യാമിനുമെതിരെ ശത്രുതയും അസൂയയും ഒക്കെ കാണിച്ചത്. പക്ഷെ ഖുർആൻ പറയുന്നത് വാസ്തവത്തിൽ ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം എന്താ? അടിസ്ഥാന കാരണം പിശാചാണ്. അടിസ്ഥാന കാരണം പിശാചാണ് ഈ ശത്രുതയും ഈ അസൂയയും മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. അത് മനുഷ്യൻ ആ ശത്രുതയ്ക്ക് വശംവദരാകുന്നു. പിശാചിന്റെ പ്രേരണയ്ക്ക് മനുഷ്യൻ വശംവദരാകുമ്പോഴാണ് ഈ ഡ്രാമ മൊത്തം നടക്കുന്നത്. എല്ലാ ഫാമിലികളിലും ഫാമിലി ഡൈനാമിക് ആണ് ഇതിന്റെ യഥാർത്ഥ കാരണം എന്ന് ബൈബിൾ പറയുമ്പോൾ ഖുർആൻ പറയുന്നത് അല്ല, ദർ ഇസ് ആൻ അണ്ടർലൈങ് സ്പിരിച്വൽ പ്രോബ്ലം. നമ്മൾ ശരിക്കും വാസ്തവത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകളിലേക്ക് മടങ്ങാത്തതാണ് ഇതിന്റെ അടിസ്ഥാന കാരണം. യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അതാണ് മക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മക്കൾ ഈ അതിന്റെ ആ ശരിക്കുള്ള യഥാർത്ഥ പ്രശ്നം പിശാചിനെ അവരുടെ ഇക്വേഷനിൽ നിന്ന് മാറ്റിയിട്ട് അവരുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ പരിശ്രമിക്കുന്നു. പിതാവിന്റെ സ്നേഹം തേടാൻ അവർ കണ്ട വഴി എന്താ? അവർക്ക് കണ്ട വഴി ഒരാളെ കൊല്ലുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. വാസ്തവത്തിൽ അവർക്കും ഖുർആൻ പറയുന്നത് യാക്കൂബ് നബിക്ക് യൂസുഫിനോടുള്ള ഇഷ്ടത്തിന്റെ അടിസ്ഥാന കാരണം യൂസുഫിന്റെ ക്യാരക്ടറാണ്. അതേ ക്യാരക്ടർ ഇവർക്കുണ്ടായിരുന്നെങ്കിൽ അതേ ഇഷ്ടം ഇവർക്കും കിട്ടുമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇഷ്ടത്തിലുള്ള വ്യത്യാസം, സ്നേഹത്തിലുള്ള വ്യത്യാസത്തിന്റെ അടിസ്ഥാന കാരണം അള്ളാഹുവിനോടുള്ള തഖ്വ, അള്ളാഹുവിനോടുള്ള അനുസരണം. ആ അനുസരണത്തിന്റെ പുറത്താണ് യാക്കൂബ് നബി അലൈഹി സ്വലാം യൂസുഫ് നബിയെ കുറച്ചെങ്കിലും അവരുടെ മുമ്പിൽ പിന്നെ അധികം സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അതേ സ്നേഹം അവർക്ക് ലഭിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ അവർക്ക്. അതെന്താ വഴി? അവരുടെ ക്യാരക്ടറും നന്നാക്കുക. പക്ഷെ അതിന് പകരം അവർ കണ്ടെത്തിയ വഴി എന്താ? യൂസഫിനെ കിണറ്റിലിടുക, നാട്ടിൽ നിന്ന് പറഞ്ഞയക്കുക. ഇങ്ങനെ. അപ്പോൾ എങ്ങനെയാണ് മനുഷ്യൻ വഴിതെറ്റുന്നത്? എങ്ങനെയാണ് മനുഷ്യൻ പിശാചിന്റെ പിന്നെ വസുവാസിന് വിധേയമാകുന്നത് എന്നതാണ് ഖുർആന്റെ അടിസ്ഥാന പ്രമേയം. അതുകൊണ്ടാണ് ഖുർആൻ ആ സ്റ്റോറിയുടെ എല്ലാ ഭാഗങ്ങളും വിട്ടിട്ട് വളരെ സുപ്രധാനമായിട്ടുള്ള ആ അണ്ടർലൈങ് സ്പിരിച്വൽ പ്രോബ്ലം, നമ്മുടെയൊക്കെ മനസ്സിനെ ബാധിക്കുന്ന ആ ഒരു ആത്മീയ പ്രശ്നത്തെ മാത്രം ഖുർആൻ കൈകാര്യം ചെയ്യുന്നതിന്റെ ഗുട്ടൻസ് ഇപ്പൊ മനസ്സിലായോ? അല്ലെങ്കിൽ എന്താണ് ഖുർആന്റെ ഫോർമുല എന്നത് നമുക്കിപ്പോ മനസ്സിലാവും. അപ്പം ഈ ജൂതന്മാർക്ക് അത് വളരെ പ്രധാനമാണ്, അവരുടെ ഈ ജീനിയോളജി എന്ന് പറയുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ അവരതിനെ പ്രത്യേകിച്ചും ബൈബിളിലും നമ്മളിപ്പം തൗറ അല്ലെങ്കിൽ ന്യൂ ടെസ്റ്റമെന്റ്, ഓൾഡ് ടെസ്റ്റമെന്റിലൊക്കെ ഇത്തരം ജീനിയോളജി
നമുക്ക് ധാരാളമായിട്ട് കാണാൻ പറ്റും അല്ലെ. എന്തിനാ അതിനെ കുറിച്ച് പറയാം, അവരുടെ പിന്നെ ബൈബിളിന്റെ വ്യത്യസ്ത അധ്യായങ്ങളിൽ ഉൽപ്പത്തി പുസ്തകം അല്ലെ, ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ ഈ പറഞ്ഞ ജീനിയോളജി കാര്യമായിട്ട് കാണാൻ പറ്റും. കാരണം അവരതിനെ കാണുന്നത് ഒരു, അതായത് റേച്ചല് ഇപ്പൊ നോക്കൂ, ഇതിൽ തന്നെ ശരിക്ക് വാസ്തവത്തിൽ ഈ 10 ബ്രദേഴ്സില് 8 പിന്നെ അല്ല 6 പേരെ ഒഴിച്ചു നിർത്തിയ ബാക്കി 4 പേരും ആ, പിന്നെ അടിമസ്ത്രീകളിൽ നിന്നുണ്ടായവരാണ് അല്ലെ, അടിമസ്ത്രീകളിൽ നിന്നുണ്ടായവരാണ്. പക്ഷേ ഈ അടിമസ്ത്രീകളിൽ നിന്നുണ്ടായ അവരുടെ തലമുറയാണ് ജൂതന്മാർ ഇപ്പോൾ ഉള്ള, മനസ്സിലായോ, ജൂതന്മാരും ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ. പക്ഷെ അതേ ആളുകള് ഇസ്മായിൽ നബീനെ അംഗീകരിക്കുന്നില്ല. കാരണം എന്താ? ഇസ്മായിൽ നബീനെ കുറിച്ച് അവർ പറയുന്ന അടിമസ്ത്രീ, ഇബ്രാഹിം നബിയുടെ അടിമസ്ത്രീയുടെ പുത്രനാണ്. അപ്പൊ അവരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ തന്നെ നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങളുടെ ബൈബിളിൽ തന്നെ പറയുന്ന അതും ഈ കഥയിൽ നിന്ന് നമുക്കുള്ളൊരു പാഠമാണ്. നിങ്ങളുടെ ബൈബിളിൽ തന്നെ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ഈ ജൂത ക്രിസ്ത്യാനികളുടെ ഏറ്റവും ഏറ്റവും പുരാതനമായിട്ടുള്ള ജീനിയോളജി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം നിങ്ങളും അടിമസ്ത്രീകളിൽ നിന്നുണ്ടായിട്ടുള്ള ആളുകളാണ്. ഇപ്പൊ ഖുർആന് അള്ളാഹുവിന് ആ വിവേചനമില്ല. പക്ഷെ നിങ്ങൾ ആ വിവേചനം ഇസ്മായിൽ നബിയോട് കാണിക്കുന്നു. ഇസ്ഹാക്കിനെ പിന്നെ ഇബ്രാഹിം നബിയുടെ യഥാർത്ഥ പുത്രനായിട്ടും ഇസ്മായിലിനെ ഒരു സെക്കൻഡ് ക്ലാസ് പുത്രനായിട്ടുമാണ് അവർ കാണുന്നത്. പക്ഷേ ഇവരുടെ തന്നെ പിതാക്കന്മാരെടുത്ത് നോക്കിയാൽ ഈ 4 പുത്രന്മാർ ആരാണ്? 4ഉം 2ഉം 6 പുത്രന്മാർ വാസ്തവത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം സെർവന്റിന്റെ പുത്രന്മാരാണ്. മനസ്സിലായോ? അടിമ സ്ത്രീകളുടെ പുത്രന്മാർ. അപ്പൊ ഇനി അതും ആ കഥയിൽ നിന്നുള്ള നമുക്കുള്ള പാഠമാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ആവാ ഇലൈഹി അബവൈഹി എന്ന് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയെയും അദ്ദേഹത്തിന്റെ പത്നിയെയും യൂസുഫ് അലൈഹി ഇസ്ലാം ഇങ്ങനെ സ്വീകരിച്ചപ്പോൾ ആ സ്വീകരണത്തിൽ യൂസുഫ് അലൈഹി ഇസ്ലാം കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ മാതൃക, അതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അതായത് ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഈ ബൈബിളിലെ കഥ അനുസരിച്ചാണെങ്കിൽ ഇവരിങ്ങോട്ട് വരുമ്പോൾ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിയെ യൂസുഫ് അലൈഹി ഇസ്ലാം സ്വീകരിക്കുന്നു. പക്ഷെ ഇവരുടെ അതേ ആറ്റിറ്റ്യൂഡ് ആയിരുന്നു യൂസുഫ് നബിക്കെങ്കിൽ യൂസുഫ് നബി എന്താ ചെയ്യുക? യാക്കൂബ് നബിയെ കെട്ടിപ്പിടിക്കും അല്ലെ, എന്നിട്ട് ഇങ്ങനെ സ്വീകരിച്ചാനയിക്കും. മറ്റേ സ്ത്രീയെയോ ലിയ ആണെന്ന് പറയപ്പെടുന്നു. ഇപ്പോഴത്തെ ഒരു ചില മുഫസ്സിറുകളുടെ വ്യാഖ്യാനം അനുസരിച്ച് ആ രണ്ടാമത്തെ ഖാലത്ത് എന്ന് പറഞ്ഞല്ലോ, മാതൃ സഹോദരി എന്ന് പറഞ്ഞത് ലിയ. അവരാണെങ്കിൽ അവരെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് യൂസുഫ് അലൈഹി ഇസ്ലാം സ്വീകരിച്ചതെങ്കിൽ അത് കൊടുക്കുന്ന മെസ്സേജ് എന്തായിരിക്കും? ശരിക്കും യൂസുഫ് അലൈഹി സ്വലാം ചെയ്തത് എന്താ? തന്നെ ഉപദ്രവിക്കാൻ കാരണക്കാരായിട്ടുള്ള അവര് ജീവിച്ചിരിപ്പുണ്ടല്ലോ, അവര് ജീവിച്ചിരിക്കാനാണ് തന്റെ ഈ സഹോദരങ്ങൾ തന്നെ എന്ത് ചെയ്തിട്ടുള്ളത്? കിണറ്റിലിട്ടിട്ടുള്ളത്. തന്റെ മറ്റ് സഹോദരൻ ബിന്യാമീനെ ഉപദ്രവിച്ചിട്ടുള്ളത്. അതിനൊക്കെ കാരണക്കാർ ഒരു പക്ഷെ അവരിതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവരെ തടഞ്ഞിട്ടില്ല എന്നൊന്നും നമുക്ക് ഖുർആനിൽ നിന്ന് വ്യക്തമല്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഏതൊരവസ്ഥയിലും യൂസുഫ് അലൈഹി സ്വലാം രണ്ടുപേരെയും ഒന്നിച്ച് സ്വീകരിക്കുന്നു. ഇനി അടുത്ത ആയത്തിൽ, നമ്മൾ 100-ാമത്തെ ആയത്തിൽ പറയാൻ പോകുന്ന ഈ രണ്ടുപേരെയും അദ്ദേഹത്തിന്റെ സിംഹാസനത്തിലേക്ക് അദ്ദേഹം ഉയർത്തിയിരുത്താണ്. രണ്ടുപേരും അവിടെയും റഫ അബവൈഹി എന്നാണ് ഇനി അടുത്ത ആയത്തിൽ നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ, ഒരു മൊമെന്റില് ആ പിന്നെ ഉമ്മയെ, അതായത് ഉമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ത്രീയെ, തന്നോട് തൻ്റെ സഹോദരങ്ങൾ കാണിച്ച എല്ലാ വൈരാഗ്യവും ശത്രുതയും വിരോധവും വിദ്വേഷവും അസൂയയും ഒക്കെ മറന്നുകൊണ്ട് അവരെ ഒരു മാതാവിൻ്റെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് യൂസുഫ് അലൈഹി ഇസ്ലാം അവരെ ആദരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഒരു സ്വപ്നം, തനിക്ക് കാണിച്ച ഒരു സ്വപ്നത്തിൻ്റെ പൂർത്തീകരണം എന്നോണം ആ പിതാവിനെയും മാതാവിനെയും ഒരേ സ്നേഹത്തോടെ, ഒരേ ബഹുമാനത്തോടെ, ഒരേ ആദരവോടെ അദ്ദേഹം സ്വീകരിക്കുന്നു. ഇത് കാണുന്ന ആ സഹോദരങ്ങളുടെ മനസ്സിൽ അപ്പോ വന്നിട്ടുള്ള വികാരം എന്തായിരിക്കും? ഞങ്ങൾക്ക് മാപ്പ് തന്നു അല്ലെ, ഇദ്ഹബു ലാ തസ്രീബ അലൈക്കും എന്ന് പറഞ്ഞു. ഞങ്ങളുടെ മാതാവിനെയും, ഞങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഞങ്ങളുടെ മാതാവിനെയും അദ്ദേഹത്തിന്റെ മാതാവിനെ പോലെ ആദരിക്കുന്നു, അദ്ദേഹത്തിന്റെ മാതാവിനെ പോലെ സ്വീകരിക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം. ഒരൊറ്റ ആയത്തിലൂടെ, ഒറ്റ പദത്തിലൂടെ, ഫലമ്മാ ദഖലു അലാ യൂസുഫ ആവാ ഇലൈഹി അബവൈഹി, തൻ്റെ രണ്ട് മാതാവിനെയും പിതാവിനെയും അദ്ദേഹം സ്വീകരിച്ചിരുത്തി, അവരെ അണച്ചിരുത്തി അല്ലെ. ആവാ എന്ന് പറഞ്ഞാൽ അണച്ച് ചേർത്തിരുത്തി എന്ന് പറയുന്നതിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ, കുടുംബത്തിൽ
ചിലപ്പോഴൊക്കെ ഈ റിലേഷൻഷിപ്പിലുള്ള ഇത്തരം പ്രശ്നങ്ങളെ നമ്മൾ ഏറ്റവും മുകളിൽ നിന്നിട്ട് ഹയർ ലെവലിൽ നിന്നിട്ട് നമുക്ക് ഡീല് ചെയ്യാൻ സാധിക്കണം. നമ്മളോട് ആരെന്ത് ചെയ്തു എന്നതല്ല പ്രശ്നം. നമുക്ക് തിരിച്ച് പ്രതികാരം ചെയ്യാനും തിരിച്ച് ചെയ്യാനും ഒക്കെയുള്ള ഒരവസരം ഉണ്ടാവുമ്പോൾ ആ അവസരത്തെ നമ്മൾ അവരിങ്ങോട്ട് ചെയ്ത അതേപോലെ തന്നെ ചെയ്യാൻ ഉപയോഗപ്പെടുത്തുന്നുവോ അതല്ല മുകളിൽ നിന്നിട്ട് ഒരു മാപ്പ് കൊടുത്തിട്ടുള്ള പശ്ചാത്താപത്തിന്റെ ഒരു അവസ്ഥയിൽ നിന്ന് അവർക്ക് മാപ്പ് കൊടുത്തിട്ടുള്ള അവരുടെ സമ്മതത്തെ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ടോ എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് പരീക്ഷിക്കുന്നത്. ആ ഒരു മെസ്സേജാണ് അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ആളുകളെ അള്ളാഹു നമുക്ക് നൽകും. അതായത് ഫാമിലികൾ ഒരു ഫാമിലിയും ഒരു പ്രശ്നത്തിൽ നിന്ന് ഒഴിവല്ല അല്ലെ. എല്ലാ ഫാമിലിയിലും പ്രശ്നം ഉണ്ടാവും. ഏതെങ്കിലും ഒരു ഫാമിലി 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിനെ നമുക്ക് ഈ ലോകത്ത് കാണിച്ചു തരാൻ പറ്റുമോ? കോംപ്ലക്സ് ഇഷ്യൂസ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഫാമിലി ഉണ്ടാവോ? ഒരിക്കലുമില്ല. എല്ലാ ഫാമിലിയിലും ഉണ്ടാവും ഇഷ്യൂസ്. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ടാവും. അവിടെയൊക്കെ അത്തരം ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് ഫാമിലിയുടെ അകത്താവട്ടെ ഫാമിലിയുടെ പുറത്താവട്ടെ അവരെയൊക്കെ ഡീല് ചെയ്യുന്നതിൽ ഒരു റെസ്പോൺസിബിൾ ബിഹേവിയർ നമ്മൾ കാണിക്കണം. ഒരു ട്രീറ്റ് എവറി വൺ വിത്ത് ഡിഗ്നിറ്റി, എല്ലാവരെയും ആദരവോടുകൂടി അവരോട് പെരുമാറണം എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ഹൈ റോഡ് നമ്മൾ സ്വീകരിക്കണം. ഒരു മഹത്തായ പാത നമ്മൾ സ്വീകരിക്കണം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് അള്ളാഹു ഈ ഒരൊറ്റ പദപ്രയോഗത്തിലൂടെ നമുക്ക് നൽകുന്നത്. ആളുകൾ നമ്മുടെ മുമ്പിൽ നമുക്ക് പവർ ഉള്ളപ്പോൾ, നമുക്ക് സമ്പത്തുള്ളപ്പോൾ, നമുക്ക് പിന്നെ ഒരുപാട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമ്പോൾ ആളുകളെ അവഗണിച്ചു എന്ന തോന്നൽ ഒരിക്കലും മറ്റുള്ളവർക്ക് ഉണ്ടാകരുത്. അത് നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾക്ക് ഒട്ടും ഉണ്ടാകരുത് എന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് നൽകുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് വരാം. ഉദ്ഖുലൂ മിസ്ര. എന്നിട്ട് അദ്ദേഹം അവരോട് പറയുന്നത് എന്താ? നിങ്ങൾ ഈജിപ്തിലേക്ക് പ്രവേശിച്ചോളൂ. ഉദ്ഖുലൂ മിസ്ര ആമിനീൻ, നിർഭയരായിക്കൊണ്ട് പ്രവേശിച്ചോളൂ. ഇൻഷാ അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നുള്ളത് ഇൻഷാ അള്ളാഹിനെ കുറിച്ച് നമുക്ക് പിന്നെ പറയാം. ആദ്യം ഉദ്ഖുലൂ മിസ്ര പറയാം. നമ്മുടെ ഇൻഷാ അള്ളാഹ്ക്ക് വേറെ മീനിങ് ആണല്ലേ. എന്താണെന്നുള്ളത് ഞാൻ അത് പിന്നെ പറയാം. 6 മാസത്തെ കാലാവധിയാണ് നമ്മുടെ അതിനെക്കുറിച്ച്. പക്ഷെ ആമിനീൻ, ഉദ്ഖുലൂ മിസ്ര ആമിനീൻ എന്നുള്ളത് ആദ്യം പറയാം. യു ആർ സേഫ് ഇൻ ഈജിപ്റ്റ്. അദ്ദേഹത്തോട് പിന്നെ സ്വന്തം കുടുംബത്തോട് യൂസുഫ് അലൈഹി സ്വലാം പറയാണ്, ഇനി ഈജിപ്റ്റാണ് നിങ്ങളുടെ നാട്. ഇവിടെ നിങ്ങൾ എവിടെ പോയാലും സുരക്ഷിതരാണ്. അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് യൂസുഫ് അലൈഹി സ്വലാം നൽകുന്നത്. അതായത് ഇവരെ എന്തെങ്കിലും ചെയ്യാൻ അർഹതയുള്ളത് ആരാ? എന്തെങ്കിലും ഇവർക്ക് പ്രതികാര നടപടികൾ ഇവർക്കെതിരെ എടുക്കാനും ഇവരെ ശിക്ഷിക്കാനും ഒക്കെ അധികാരമുള്ളത് യൂസുഫ് അലൈഹി സ്വലാമാണ്. ആ യൂസുഫ് അലൈഹി സ്വലാം അവർക്ക് വാഗ്ദാനം കൊടുക്കണം, പ്രോമിസ് കൊടുക്കണം, ഗ്യാരണ്ടി കൊടുക്കണം. എന്ത്? യു ആർ സേഫ് ഇൻ ഈജിപ്റ്റ് വേർ എവർ യു ഗോ ഇൻ ഈജിപ്റ്റ്. ആ രാജ്യം മുഴുവനും അവർക്ക് സുരക്ഷിതമായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. അതിന്റെ അർത്ഥം അദ്ദേഹം അത് പ്രഖ്യാപിച്ചാൽ പിന്നെ ആരും അവരെ തൊടൂല. മാത്രമല്ല, നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു കുറ്റവും ഇവിടെ ഞാൻ ഒരു കിണർ നിങ്ങൾക്ക് വേണ്ടി കുഴിക്കാൻ പോകുന്നില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. നിങ്ങൾക്ക് വേണ്ടി ഒരു കിണറോ നിങ്ങൾക്ക് വേണ്ടി ഒരു ജയിലോ ഒന്നും ഇവിടെ ഞാൻ കുഴിക്കാനോ ഒരുക്കാനോ പോകുന്നില്ല. മറിച്ച് യു ആർ സേഫ്. ഒരർത്ഥം അതാണ്. രണ്ടാമത്തെ അർത്ഥം, ഇനി പഴയ കളിയായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്നതൊരു അർത്ഥമാണ് രണ്ടാമത്തെ അർത്ഥം അല്ലെ. പണ്ട് നിങ്ങൾ ഒരുപാട് കളിച്ചിട്ടുണ്ട്, ആ കളിയൊന്നായിട്ട് ഇങ്ങോട്ട് ഇനി വരണ്ട, ഇവിടെ വളരെ സുരക്ഷിതമായിട്ട് ജീവിച്ചോളൂ എന്നൊരർത്ഥവും കൂടി അതിനുണ്ട്. ഇനി ഇൻഷാ അള്ളാ, നമ്മൾ ഇൻഷാ അള്ളാ പറയണപ്പോഴാ ഒന്നും നടക്കില്ല എന്നുള്ളൊരു സംശയമുള്ളപ്പോഴാണ് നമ്മൾ ഇൻഷാ അള്ളാ പറയാം അല്ലെ. ഖുർആനിലെ ഈ ഇൻഷാ അള്ളായുടെ യഥാർത്ഥ ഒരു പിന്നെ ഉപയോഗം പറഞ്ഞിട്ടുള്ള ഒരു സന്ദർഭം ഇതാണ്. നമ്മൾക്ക് അതായത് നമ്മളിപ്പം നീ 4 മണിക്ക് വരുമോ? ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാന് ചിലപ്പോ വന്നിട്ടില്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തണ്ട, അള്ളാനെ കുറ്റപ്പെടുത്തിക്കോ എന്ന അർത്ഥത്തിൽ ആ അർത്ഥത്തിലാണ് നമ്മൾ പറയാം മാതല്ല. അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കണമെങ്കിലും, പക്ഷെ അതാണ് അതിന്റെ ഒരു പിന്നെ മീനിങ് അല്ലെ. നമുക്ക് അപ്പൊ ചിലപ്പോ ചില മുസ്ലിങ്ങളൊക്കെ നമ്മളോട് പറയും ഇൻഷാ അള്ളാ പറയണ്ട, ഉറപ്പായിട്ടും വരാന്ന് പറയും അല്ലെ. ഇൻഷാ അള്ളാ എന്ന് പറയല്ലേ, ഉറപ്പായിട്ടും വരും എന്ന് പറയാൻ പറയും അല്ലെ. അപ്പൊ അങ്ങനെയാണത്. പക്ഷെ നമ്മൾ കൾച്ചറലി അത് ഉപയോഗിക്കണം എന്തിനാ? സാധാരണഗതിയിൽ കൾച്ചറലി ഇവിടുത്തെ കൾച്ചറിൽ നമ്മളത് പറയുന്നത് ഇത് വിട്ട് ഈ തമാശ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു
ഫൺ പാർട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് സാധാരണഗതിയിൽ പറയുന്നത് ഒരു ഹോപ്പ് ഫോർ ദ ഫ്യൂച്ചർ അല്ലെ, ഭാവിയിൽ എന്തെങ്കിലും സംഭവിക്കുമെന്നതിൽ ഇപ്പൊ ഞാൻ ഐ വിൽ ഗ്രാജുവേറ്റ് ഇൻ ജൂലൈ ഇൻഷാ അള്ളാ അല്ലെ, ഐ വിൽ ഗെറ്റ് എ പ്രൊമോഷൻ ഇൻ ഡിസംബർ ഇൻഷാ അള്ളാ. അപ്പൊ ഒരു കൾച്ചറലി നമ്മളത് പറയുന്നത് ഒരു ഹോപ്പിന് വേണ്ടി, ഒരു പ്രതീക്ഷയ്ക്ക് വേണ്ടിയാണ്. അടുത്ത വർഷം ഇൻഷാ അള്ളാ ഞാൻ വീട് താമസിക്കും, അപ്പൊ ഒരു പ്രതീക്ഷ. അടുത്ത വർഷം ഞാൻ നാട്ടിൽ പോകും, അല്ലെങ്കിൽ അടുത്ത മെയിൽ പോകും. അതാണ് സാധാരണഗതിയിൽ. മറ്റേതൊരു ഫൺ പാർട്ടാണ്, അത് മാറ്റി വെച്ച. ഇനി ശരിക്കും ഒറിജിനലി അള്ളാഹു എന്താണ് ഈ ഇൻഷാ അള്ളാ നമ്മൾ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു കാര്യം ചെയ്യുന്നു, അതിന്റെ ഫലം തരേണ്ടത് ആരാ? അള്ളാഹുവാണ്. ആ ഫലവുമായി അതിനെ ബന്ധിപ്പിക്കുക, അതാണ് വാസ്തവത്തിൽ ഇൻഷാ അള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതായത് ഇപ്പൊ ഇവിടെ നോക്കൂ, ഈ ഉദാഹരണം തന്നെ എടുക്കൂ. യൂസുഫ് അലൈഹി സ്വലാം ബാപ്പയോടും ഉമ്മയോടും ഈ സഹോദരങ്ങളോടൊക്കെ പറയാണ്, നിങ്ങൾ ഈജിപ്തിൽ പ്രവേശിച്ചുള്ളൂ, ആമിനീൻ, നിർഭയരായി ഇവിടെ എവിടെ ആയിരുന്നുള്ളൂ, ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും, നിങ്ങളുടെ സുരക്ഷിതത്വം എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും. പക്ഷേ ഞാൻ എത്ര ഗ്യാരണ്ടി തന്നാലും അൾട്ടിമേറ്റ് ഗ്യാരണ്ടി ആരുടെ അടുത്ത് നിന്ന് വേണം? അൾട്ടിമേറ്റ് ഗ്യാരണ്ടി എവിടെ നിന്ന് വരണം? ആ, ഞാനിപ്പോ നിങ്ങൾ സുരക്ഷിതമായി പോയിക്കോളാൻ പറഞ്ഞു, പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോ നിങ്ങളൊന്ന് കാലു വഴുക്കി വീണു, അല്ലെങ്കിൽ വേറൊരാൾ വന്നിട്ട് നിങ്ങളെ ഒരു വാളെടുത്ത് വെട്ടി, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം പെട്ടെന്ന് അയാൾ വന്ന് ചെയ്തു. അപ്പോ ഞാൻ നിങ്ങൾക്ക് എന്റെ ഭാഗത്തു നിന്ന് ഒരു ഗ്യാരണ്ടി തരുന്നു, പക്ഷെ ആ ഗ്യാരണ്ടിയുമായിട്ട് അള്ളാഹുവിന്റെ ഗ്യാരണ്ടി യോജിച്ചു വരണം. ഇത് തന്നെയാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം മക്കളോട്, നിങ്ങൾ ഒരു വാതിലൂടെ പ്രവേശിക്കരുത്, ദുഖുലുമിൻ അബുവാബിൻ മുത്തഫർരിഖ അല്ലെ, വ്യത്യസ്ത വാതിലൂടെ പ്രവേശിക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്താ? ലാ ഉഗ്നി അൻകും മിനല്ലാഹി ഷൈ, അള്ളാഹുവിൽ എന്തെങ്കിലും ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാൻ എനിക്ക് പറ്റൂല മക്കളെ, എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാനേ പറ്റുള്ളൂ. നമ്മൾ മക്കളോട് പറയാറില്ല അത്. ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി അള്ളാന്റെ ഒരു തൗഫീഖ് വേണം. ആ തൗഫീഖ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഷാ അല്ലാ പറയുന്നത്. മനസ്സിലായോ? നമുക്ക് ഇപ്പോ ഒരു അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ഒരു ദുആ പറയുമ്പോൾ ഇൻഷാ അല്ലാ പറയരുത്, ദുആയോടൊപ്പം ഇൻഷാ അല്ലാ പറയരുത്. എങ്ങനെ? അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരട്ടെ ഇൻഷാ അല്ലാ പറയരുത്. എന്തുകൊണ്ടാ? അള്ളാഹ് നിങ്ങൾക്ക് സ്വർഗം തരട്ടെ, അവൻ ഉദ്ദേശിച്ചാൽ. ഉദ്ദേശിച്ചില്ലെങ്കിലോ ദെൻ കിട്ടൂല എന്നാണ്. അങ്ങനെ പറയാൻ പാടില്ല. ദുആ പറയുമ്പോ അള്ളാഹു സ്വർഗം തരട്ടെ എന്ന് തന്നെ പറയണം. അള്ളാഹു സൗഖ്യം തരട്ടെ, അള്ളാഹു നിങ്ങൾക്ക് സുഖം തരട്ടെ ഇൻഷാ അല്ലാ പറയരുത് ഒരിക്കലും. നമ്മളിൽ പലരും പറയുന്ന ഒരു തെറ്റാണത്. അള്ളാഹ് ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് ശിഫ ഉണ്ടാവട്ടെ, അങ്ങനെ പറയാവോ? അള്ളാഹ് ഉദ്ദേശിക്കണം എന്ന് അള്ളാഹിനോട് ചോദിക്കല്ലേ. മനസ്സിലായ ഡിഫറൻസ്? മനസ്സിലാവുണ്ടോ? അതായത് നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഇൻഷാ അല്ലാ അല്ല പറയേണ്ടത്, മറിച്ച് എന്താ പറയേണ്ടത്? അള്ളാഹുവെ, ഞാൻ നിന്നോട് ചോദിക്കുന്നു ഇവർക്ക് സൗഖ്യം കൊടുക്കാൻ, അള്ളാഹു താങ്കൾക്ക് സൗഖ്യം തരട്ടെ എന്നേ പറയാവുള്ളൂ. ഇൻഷാ അല്ലാ പറയേണ്ടത് എപ്പോഴാ? നമ്മൾ ഒരു കാര്യം ചെയ്യുന്നു, ആ കാര്യത്തിന് അള്ളാഹുവിന്റെ തൗഫീഖ് കൂടി ഉണ്ടായാലേ അത് പൂർത്തിയാവുള്ളൂ. നമ്മളിപ്പോ മക്കളെ പറഞ്ഞയക്കണം ഒരു നാട്ടിലേക്ക്, മോളെ പഠിക്കാൻ വേണ്ടി പോയിക്കോളൂ, ഇതാ നിന്റെ സുരക്ഷിതത്തിന് വേണ്ട എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഉണ്ടല്ലോ, ഈ പൂർണ്ണമായിട്ടുള്ളൊരു സുരക്ഷിതത്വം നിനക്ക് വേണമെങ്കിൽ ആരുദ്ദേശിക്കണം? അള്ളാഹ് ഉദ്ദേശിക്കണം. അതുകൊണ്ട് നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ് മോള് സുരക്ഷിതമായിരിക്കും. പക്ഷെ ആ മോൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാണ്, മോൻ പഠിച്ച് നന്നായി വരണം എന്ന് അള്ളാഹിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് പറയരുത് എന്നുള്ളതാണ്. ദുആയ്, അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ സ്പെസിഫിക് ആയി ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ദുആയോടൊപ്പം നിങ്ങൾ ഇൻഷാ അല്ലാഹ് ചേർക്കരുത്. ഇൻഷാ അല്ലാഹ് ചേർക്കേണ്ടത്, നമ്മളൊരു കാര്യം ചെയ്യുന്നു, ആ കാര്യത്തിനോടൊപ്പം അള്ളാഹുവിന്റെ തൗഫീഖ് കൂടി ഉണ്ടാകുമ്പോഴേ അത് പൂർത്തിയാവുള്ളൂ. അങ്ങനെ പറയുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇൻഷാ അല്ലാഹ് എന്നുള്ളത് ചേർത്ത് പറയാൻ പറ്റുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. ഇപ്പൊ നോക്കൂ, അത് യൂസുഫ് അലൈഹി സ്വലാം അത് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താ? നോക്കൂ, ഞാൻ നിങ്ങൾക്ക് സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്തു, നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. എന്റെ കാര്യം നോക്കൂ, ഞാൻ ഒരു ദിവസം കിണറ്റിലായിരുന്നു, പിറ്റേ ദിവസം ഞാൻ കൊട്ടാരത്തിലെത്തി, അതിന്റെ അടുത്ത ദിവസം ഞാൻ ജയിലിലെത്തി, അതിന്റെ അടുത്ത ദിവസം അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ
ഒരു ഘട്ടത്തിൽ ഞാൻ കിണറ്റിലായിരുന്നു. പിന്നെ ഞാൻ കൊട്ടാരത്തിലെത്തി. പിന്നെ ഞാൻ ജയിലിൽ പോയി. അതിനുശേഷം ഞാനിതാ ഈജിപ്തിലെ രാജാവായി. ഇനി നാളെ ഞാൻ ഈ രാജാവായിട്ട് തന്നെ ഉണ്ടാവോ ഇല്ലേ എന്നത് എനിക്കൊരു ഉറപ്പില്ലാത്ത കാര്യമാണ്. ഇപ്പൊ ഞാനിവിടെ ഈ രാജാവായി ഇരിക്കുമ്പോ എനിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ആ അറിവില്ലായ്മയെ നമ്മൾ അള്ളാഹുവിന്റെ ഇറാദത്തുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? ഇൻഷാ അള്ളാ പറയാം. അത് ക്ലിയർ ആണോ അത്? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ. Yes. അപ്പോ ഒരു 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 പ്രേയർ, ഒരു പ്രാർത്ഥന നമ്മൾ ഒരാൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ. ഇനി നമ്മള് ഇതിന്റെ മൊത്തത്തില് അപ്പൊ ഈ ആയത്തിന്റെ വിശദീകരണം കഴിഞ്ഞു. ഇനി ഈ ഖുർആൻ നമ്മൾ ഒന്നുകൂടി ആ ഒരു സംഗതിയിലേക്ക് പോവുകയാണ്. അതായത് എന്തിനാണ് ഖുർആന്റെ ഈ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഈ ആയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ്, അണ്ടർലൈങ് മെസ്സേജ് അതാണ് നമ്മൾ പറയുന്നത്. അതായത് എല്ലാ ഫാമിലികളും നമ്മുടെയൊക്കെ ഇപ്പം ഇപ്പം ഈ ഈ ഈ സെഷന് നമ്മൾ ടൈറ്റിൽ കൊടുത്തപ്പോൾ അബുലീസ് ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ കുടുംബ സംഗമത്തെക്കുറിച്ച് കേൾക്കാനാ വന്നതെന്ന്. അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അതെന്താന്ന് വെച്ചാല് ഒരു ഒരു കുടുംബവും എന്തല്ല പ്രശ്നങ്ങളിൽ നിന്ന് മുക്തരല്ല. എല്ലാ കുടുംബത്തിലും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അത് വളരെ വളരെ കോംപ്ലക്സ് ആയിരിക്കും. ചിലരൊക്കെ നമ്മൾ പുറത്തുനിന്ന് വിചാരിക്കുമ്പോ എന്താണ് നമുക്കെല്ലാം സേഫ് ആയിട്ട് തോന്നും. നമ്മുടെ കുടുംബത്തിൽ ഒരു റൂബിൻ ഉണ്ടാവും. നമ്മുടെ കുടുംബത്തിൽ ഒരു റേച്ചൽ ഉണ്ടാവും. നമ്മുടെ കുടുംബത്തിൽ നേരത്തെ പറഞ്ഞ ലിയ ഉണ്ടാവും. സിൽപ ഉണ്ടാവും. ബിൽഹ ഉണ്ടാവും. ഒക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഉണ്ടാകും. പിശാച് ഈ പിശാചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കുടുംബത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം എന്താ? പിശാച് ഒരു സമ്മേളനം വിളിച്ച കഥ പറഞ്ഞ കേട്ടിട്ടില്ലേ? പിശാച് ഒരു സമ്മേളനം വിളിച്ചു. എന്നിട്ട് മക്കളെയൊക്കെ പറഞ്ഞയച്ചു. നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് ഏറ്റവും നല്ല പണി ചെയ്യണ ഒരാൾക്ക് ഞാൻ സമ്മാനം തരും. അങ്ങനെ വൈകുന്നേരം പിശാചിന്റെ മക്കളൊക്കെ കൂടെ ഒരുമിച്ച് കൂടി ശൈത്താൻ. അങ്ങനെ ഇബ്ലീസ് മക്കളെ ഓരോരുത്തരായിട്ട് വിളിച്ചു. ഇന്ന് എന്താ ചെയ്തത്? ഒരാള് പറഞ്ഞു ഞാൻ അയാളെ വേറൊരാളെ കൊല്ലാൻ പ്രേരിപ്പിച്ചു. വേറൊരാളുടെ മോഷ്ടിക്കാൻ പ്രേരിപ്പിച്ചു. വേറൊരാളെ വ്യഭിചരിക്കാൻ പ്രേരിപ്പിച്ചു. അതിനൊക്കെ ഇബ്ലീസ് പറഞ്ഞു സബാഷ് ഓക്കെ വെൽ ഡൺ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്നൊരു ഭാര്യനെയും ഭർത്താവിനെയും തെറ്റിച്ചു. അയാളെ ഇബ്ലീസ് അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. ഗ്രേറ്റ്, യു ആർ ഗ്രേറ്റ് എന്ന് പറഞ്ഞു ഇബ്ലീസ്. എന്താ കാരണം? ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ള പണി ഫാമിലികളെ തെറ്റിക്കുക, കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കുക. അതുകൊണ്ടാണ് അള്ളാഹു കുടുംബ ബന്ധത്തെക്കുറിച്ച് ഖുർആനിൽ വളരെ ശക്തമായി പറയുന്നത്. ഉലുൽ അർഹാമി ബഅ്ലുഹും ഔലിയാഉ ബഅ്ൽ. അല്ലെ? കുടുംബ ബന്ധത്തിലുള്ള ആളുകൾ അവർ പരസ്പരം ഔലിയാക്കളാണ്, രക്ഷിതാക്കളാണ്, പരസ്പരം അടുത്ത് നിൽക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞു. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. നിങ്ങൾ പരസ്പരം ആരെ മുൻനിർത്തി ചോദിച്ചുകൊണ്ടിരിക്കുന്നോ ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. വൽ അർഹാം, കുടുംബ ബന്ധങ്ങളെ സൂക്ഷിക്കണം. മനസ്സിലായോ? അപ്പോ നിങ്ങൾ കുട്ടികള് മാതാപിതാക്കളെ മാനിക്കണം. മാതാപിതാക്കൾ കുട്ടികളെ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കണം. അവർക്ക് പരിഗണന കൊടുക്കണം. കെയർ കൊടുക്കണം. ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിക്കുകയും കെയറും കൺസിഡറേഷനും ലവ് ആൻഡ് കെയർ ഇത് വേണം. ഇതെല്ലാം ഏറ്റവും അടിവരയിട്ടുകൊണ്ട് പറയുന്ന ഒരു മെസ്സേജാണ് ഈ ആവാ ഇലൈഹി അബവൈഹി എന്ന് യൂസുഫ് അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു. അതായത് മാതാപിതാക്കൾ വയസ്സാകുമ്പോൾ അവർ കുട്ടികളെ പോലെ ആവും അല്ലേ? അപ്പൊ ആ കുട്ടികളെ സംരക്ഷിക്കുന്ന പോലെ അവരെ സംരക്ഷിക്കണം. അവർ വയസ്സാകുമ്പോൾ അവർക്ക് അവരുടെ ശക്തി ചോർന്നു പോകും. അവരുടെ കാഴ്ചശക്തി നഷ്ടപ്പെടും. അവരുടെ മെന്റൽ പവർ നഷ്ടപ്പെടും. അവർ പഴയതുപോലെ കാര്യങ്ങൾ ഓർക്കില്ല. അവർക്ക് അവരുടെ ശരീരം ചുക്കിച്ചുളിയും. അവർക്ക് പഴയതുപോലെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അവർ പിച്ചും പേയും പറയും. അവർ ചിലപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തും. അവരിങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കും. നമ്മുടെ ഭക്ഷണത്തിന് അവർ കുറ്റം പറയും. അപ്പോ അതിന് പകരം തിരിച്ചങ്ങോട്ട് അതുപോലെ പ്രതികരിച്ചിട്ട് കാര്യമില്ല. മറിച്ച് അവരെ സ്നേഹത്തോടെ, വിനയത്തിന്റെ അല്ലെ? നിങ്ങൾ അവർക്ക് കാരുണ്യത്തിൽ നിന്നുള്ള വിനയത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണം. അല്ല ജനാഹ ദുല്ലി മിനർ റഹ്മ. കാരുണ്യത്തിൽ നിന്നുള്ള വിനയം. ആ ചിറകുകൾ താഴ്ത്തി കൊടുക്കണം. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. അവരോട് ഛേ എന്ന് പറയരുത്. ഛേ എന്ന് പോലും പറയരുത്. ഛേ എന്ന് പറയണമെന്നില്ല. ചിലപ്പോൾ നമ്മള് നമ്മുടെ മുഖത്തിന്റെ ഒരു ഭാവ വ്യത്യാസത്തിലൂടെ അത് പ്രകടിപ്പിക്കാൻ പോലും പാടില്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അവര് ചിലപ്പോ ബെഡില് മൂത്രമൊഴിക്കും. അവര് ചിലപ്പോ എല്ലാ മലമൂത്ര വിസർജനമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്തിടത്ത് നടത്തിയിരിക്കും. അത് കാണുമ്പോ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു വിഷമം, ഒരു വെറുപ്പ്
അത് മുഖത്ത് പ്രകടമാകുന്ന ഒരവസ്ഥയ്ക്കാണ് ഫലാ തഖുൽ ലഹുമാ ഉഫിൻ എന്ന് പറഞ്ഞത്. അവർക്ക് വയസ്സായ സന്ദർഭത്തിൽ അവർക്കുണ്ടായേക്കാവുന്ന ഈ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് പൂർണ്ണ മനസ്സോടുകൂടി ഉൾക്കൊള്ളാൻ സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോഴാണ് ആവാ ഇലൈഹി അബവൈഹി എന്നത് പൂർണ്ണാവുക. അപ്പോഴാണ് നിങ്ങൾ ഈവ ആവുക. അതാണ് ഈവ ഞാൻ പറഞ്ഞല്ലോ സ്റ്റിക്ക് ടു സംതിങ് ഫോർ പ്രൊട്ടക്ഷൻ. അതാണ് ഒന്നിനോട് നമ്മൾ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ചേരുന്നതിനാണ് ആവാ ഇലൈഹി. ഈവാ എന്ന് പറയുന്നത് അതാണ് അഭയകേന്ദ്രം. മർക്കസുൽ ഈവാ എന്ന് പറഞ്ഞാൽ അഭയകേന്ദ്രമാണ്. അപ്പോൾ മാതാപിതാക്കൾക്ക് മക്കൾ അഭയകേന്ദ്രമാകണം. പ്രത്യേകിച്ച് അവരുടെ വാർദ്ധക്യത്തിൽ. അവരുടെ എന്തൊക്കെ ചെറുപ്പത്തിൽ നമ്മളോട് അവർ ചെയ്തിട്ടുണ്ടോ അതെല്ലാം വിട്ടുപുറത്തുകൊണ്ട് തന്നെ അവരെ സ്വീകരിക്കാനും അവരെ ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം. നമ്മുടെ ക്ഷമയെ അവർ പരീക്ഷിക്കുന്ന ഒരുപാട് ഘട്ടങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഖുർആൻ പ്രത്യേകിച്ച് ഫലം എന്താണ് അവരിൽ രണ്ടുപേരുമോ അവരിൽ ആരെങ്കിലും ഒരാളോ ഫലമ്മ ബലഗ ഇന്ദക അഹദുഹുമ ഔ കിലാഹുമ അല്ലെ അവര് രണ്ടിൽ ഒരാളോ രണ്ടാളുമോ നിന്റെ അടുക്കൽ വാർദ്ധക്യം പ്രാപിച്ചുകൊണ്ടുണ്ടായാൽ അതിനെക്കുറിച്ചാ പറഞ്ഞത്. അവർ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ അവര് നമുക്ക് നല്ല തുണയാണ്. കാരണം നമ്മുടെ മക്കളെ നോക്കാൻ, നമ്മുടെ പിന്നെ വീട്ടിനൊരു കാവല് നിൽക്കാനൊക്കെ മാതാപിതാക്കൾ വേണ്ടിവരും. പക്ഷേ അതിനൊന്നും അവർക്ക് പറ്റാത്ത ഒരു ഘട്ടത്തിൽ അവർ കിടപ്പിലാകുമ്പോൾ, അവർ വയസ്സാകുമ്പോൾ നമ്മുടെ അടുക്കൽ അവരുണ്ടായാൽ അവർക്ക് കൊടുക്കേണ്ട പരിഗണനയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അതാണ്. ഇവിടെ വേറൊരു പോയിന്റും കൂടെ ഉണ്ട് ട്ടോ. അത് 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 ഒരു പോയിന്റ്. രണ്ടാമത്തെ ഒരു പോയിന്റ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയ്ക്ക് ഒരു വൈഫ് ഉണ്ടെന്ന് നമ്മൾ ഇപ്പോഴാ മനസ്സിലാക്കണം അല്ലേ? അല്ലേ? ഇതുവരെ ഈ കഥയിൽ എവിടെയും വൈഫിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലായി ഒരു വൈഫ് അവിടെ ഉണ്ടായിരുന്നു. ആ വൈഫ് എവിടെയായിരുന്നു? അല്ലേ? യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഇത്രയും വിഷമിച്ചല്ലോ. ഇത്ര അല്ലേ? ഇത് ദുഃഖം, സങ്കടം സഹിക്കാതെ അദ്ദേഹത്തിന് കണ്ണിന്റെ കാഴ്ച വരെ നഷ്ടപ്പെട്ടല്ലോ. അപ്പോ ആ വൈഫ് എവിടെയായിരുന്നു? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാൾക്ക് സങ്കടം ഉണ്ടെങ്കില്, ആ സങ്കടത്തെ ഇല്ലാതാക്കാൻ ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ പലപ്പോഴും പറ്റിക്കൊള്ളണമെന്നില്ല. ചിലപ്പോ ഭാര്യ പറയും, "ഞാനില്ലേ, പിന്നെ എന്തിന് നിങ്ങൾ സങ്കടപ്പെടണം" എന്ന് അവര് പറഞ്ഞിട്ടുണ്ടാവും. നമുക്കറിയില്ല. ഖുർആൻ അത് പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ യാക്കൂബ് നബിയോട് അദ്ദേഹത്തിന്റെ ഈ വൈഫ് അതിപ്പോ റേച്ചലാവട്ടെ, ലിയ ആവട്ടെ ആരായാലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. "താങ്കൾ എന്തിന് വിഷമിക്കണം, ഞാനില്ലേ." അപ്പൊ യാക്കൂബ് നബി പറയണം, "നീയുണ്ട് ശരിയാണ്. പക്ഷേ ഇതെന്റെ ദുഃഖമാണ്. എന്റെ ദുഃഖം എന്റേത് മാത്രമാണ്. എന്റെ സങ്കടം എന്റേത് മാത്രമാണ്." അപ്പൊ നമുക്കൊരാളെ ഹാപ്പിയാക്കാൻ പറ്റില്ല എന്നതുപോലെ തന്നെയാണ് നമുക്കൊരാളുടെ സങ്കടവും പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല, പൂർണ്ണമായിട്ടും ചിലപ്പോൾ ഇല്ലാതാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ശരിയാണ് ഭാര്യ അവിടെയുണ്ട്, ഭർത്താവ് അവിടെയുണ്ട്. അവരുണ്ടായിരിക്കെ തന്നെ നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തികളാണ്. നമ്മുടെ ദുഃഖവും സന്തോഷമൊക്കെ നമ്മുടെ മനസ്സിന്റെ അകത്താണ്. ഓഫ് കോഴ്സ് ദേ ആർ എ കംഫർട്ട് ഫോർ അസ്. അവര് നമ്മുടെ കംഫർട്ടായിട്ട് ആശ്വാസമായിട്ട് ഉണ്ടാവും. പക്ഷെ പൂർണ്ണമായിട്ടും അവരുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് ഇല്ലാതാക്കാൻ ഭാര്യക്കോ ഭർത്താവിനോ പലപ്പോഴും കഴിഞ്ഞുകൊള്ളണമെന്നില്ല എന്ന മെസ്സേജ് ഇവിടെയുണ്ട്. കാരണം ഇവിടെ നമ്മൾ യാക്കൂബ് നബിയുടെ ഭാര്യയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം ഇപ്പോ അദ്ദേഹം വരുമ്പഴാണ് മാതാവും പിതാവും ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഭാര്യ അവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതാണ്. അവരെ നമ്മള് ആ അർത്ഥത്തിൽ കുറ്റപ്പെടുത്തേണ്ടതില്ല. മറിച്ച് അവർ പറഞ്ഞിട്ടുണ്ടാകും മിക്കവാറും ഞാനില്ലേ നിങ്ങൾക്ക്. പക്ഷേ ഹി മൈറ്റ് ഹാവ് ടോൾഡ് ഹെർ മൈ ഗ്രീഫ് ഈസ് മൈ ഗ്രീഫ്. എൻ്റെ മകൻ പോയതിലുള്ള എൻ്റെ വിഷമം എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകും. അപ്പം നമുക്ക് അതാണ് അതിന്റെ അൾട്ടിമേറ്റ് മെസ്സേജ്. ഇതുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. നമുക്ക് ഒരു സോഴ്സ് ഓഫ് കംഫർട്ട് ആകാൻ പറ്റും പരസ്പരം. പക്ഷേ നമുക്ക് അവരുടെ ദുഃഖത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനോ നിയന്ത്രിക്കാനോ പലപ്പോഴും സാധിച്ചു കൊള്ളണം എന്നില്ല എന്ന മെസ്സേജ് കൂടി ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ആ അർത്ഥത്തിൽ ആവാ ഇലൈഹി അബവൈഹി എന്നുള്ളതിനെ നമുക്ക് അങ്ങനെയും വ്യാഖ്യാനിക്കാൻ പറ്റും. എനിത്തിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് ഇപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ അവസാനിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇജ്അൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ വജ്അൽ തഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅ്സൂമാ. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا
وجلاء همنا وذهاب أحزاننا وهمومنا. اللهم علمنا منه ما جهلنا وذكرنا منه ما نسينا. اللهم ارزقنا تلاوته آناء الليل وأطراف النهار على الوجه الذي يرضيك عنا. اللهم آنس بالقرآن وحشتنا في القبور. اللهم اجعل القرآن شفيعا لنا يوم القيامة. اللهم اجعله لنا دليلنا إلى جناتك جنات النعيم برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا الله استغفر الله وأتوب إليك. السلام عليكم ورحمة الله وبركاته. وعليكم السلام. جزاكم الله خير. حياكم الله. يا الله.